السلام عليكم ورحمة الله وبركاته. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. وأشهد أن محمدًا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. ഏറെ ബഹുമാന്യരായ സീറ പഠിതാക്കളെ, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും കഴിവിന്റെ പരമാവധി അത് നമ്മുടെ നിത്യജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ ഇടപെടുന്ന സന്ദർഭങ്ങളിൽ ഒക്കെ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ വിഭാഗം ആളുകളോടും എങ്ങനെ പെരുമാറിയിരുന്നു എന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ വിശദീകരിച്ചു വരുന്നത്. ഭാര്യമാരോട് പെരുമാറിയത്, മക്കളോട് പെരുമാറിയത്, പേരക്കുട്ടികളോട് പെരുമാറിയത് ഒക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോടുള്ള പ്രവാചകന്റെ ഇടപെടലുകളാണ്. ഏറ്റവും അടുത്ത കുടുംബക്കാർ, മൊത്തം ബന്ധുക്കളല്ല, ഏറ്റവും അടുത്ത അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഹിലിയ കാലത്തും ഇസ്ലാമിലുമൊക്കെ എപ്പോഴും ഇടപഴകുന്ന കുടുംബക്കാരുണ്ടാകും. നമുക്കൊക്കെ ഉള്ളതുപോലെ നമ്മുടെ നാട്ടിൽ നമ്മുടെ എളാപ്പമാരുടെ മക്കൾ, മുത്താപ്പമാരുടെ മക്കൾ, നമ്മുടെ ഏറ്റവും അടുത്ത ഉപ്പയുടെയും ഉമ്മയുടെയും സഹോദരങ്ങൾ, അവരുടെ മക്കൾ, അങ്ങനെ തുടങ്ങി ഏറ്റവും അടുത്ത കുടുംബബന്ധമുള്ള ആളുകൾ, അവരോടുള്ള ഇടപാടുകൾ എന്നത് നിത്യേന നമുക്ക് എന്തായാലും ഇടപെടേണ്ടി വരും. എപ്പോഴും പലപ്പോഴും എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിയെത്താനും സ്വന്തം സഹോദരങ്ങളെപ്പോലെ ഇടപെടാനും കഴിയുന്നതും ഏകദേശം ഒരു പ്രദേശത്തൊക്കെ ഒരുമിച്ച് താമസിക്കുന്നതും ഒക്കെ ഇങ്ങനെയുള്ള ബന്ധുക്കളായിരിക്കും. പൊതുവെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബ ബന്ധങ്ങളെ വളരെയധികം പരിഗണിച്ചിരുന്നു എന്നത് നമുക്ക് ഏവർക്കും സുപരിചിതമായ സംഗതിയാണ്. കുടുംബ ബന്ധം ചേർക്കുക, അത് മുറിക്കുക എന്നതിനെ കുറിച്ച് വന്ന ഹദീസുകൾ മാത്രം പരിശോധിച്ചാൽ ഒരു മനുഷ്യൻ അതിന്റെ ഗൗരവം ബോധ്യപ്പെടും. സ്വഹാബിമാർ കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകൾ തങ്ങളുടെ സദസ്സുകളിൽ നിന്ന് എഴുന്നേറ്റ് പോകണമെന്ന് വരെ പറഞ്ഞ സന്ദർഭങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാം. പാപങ്ങൾ പൊറുക്കപ്പെടുമ്പോൾ കുടുംബ ബന്ധം മുറിച്ചവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുകയില്ല എന്ന് പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാം. വളരെയേറെ ഗൗരവമുള്ള ആ വിഷയം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി, രഹസ്യമായി പ്രബോധനം ഇങ്ങനെ തുടങ്ങി. അതിന്റെ ഒരു ഒന്നാമത്തെ ഘട്ടം പരസ്യമാക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിക്കുന്നത് തന്നെ ഏറ്റവും അടുത്ത കുടുംബക്കാരോട് അത് പറയുക എന്ന കൽപ്പനയോട് കൂടിയാണ്. മക്കക്കാരോട് മുഴുവൻ പറയുന്നതിന് മുൻപ് സൂറത്തു ശുആറയിൽ അതിന് 214-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഅൻദിർ അശീറതകൽ അഖ്റബീൻ. പ്രവാചകരെ, അഖ്റബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഖരീബ് എന്നൊക്കെ പറഞ്ഞാൽ അടുത്തത് എന്നാണ്. അഖ്റബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ആൾ, അഥവാ ഏറ്റവും തൊട്ടടുത്ത കുടുംബ ബന്ധങ്ങൾ
അവരെ പ്രവാചകരെ താങ്കൾ താക്കീത് ചെയ്യുക എന്ന വചനം ഇറങ്ങുമ്പോഴാണ് പാത്തും പതുങ്ങിയും ദാറുൽ അർഖമിൽ ഒളിച്ചും ഒക്കെ സമ്മേളിച്ചിരുന്ന മുസ്ലിങ്ങളുടെ രഹസ്യ പ്രബോധനം എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ഏറ്റവും അടുത്ത കുടുംബക്കാരിലേക്ക് ഒരു പരസ്യമായി അവരോട് പ്രബോധനം നടത്തുന്ന രൂപത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നത്. അന്ന് സഫാ കുന്നിന്റെ ചരിവിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഓരോരുത്തരെയും അവരെ മാത്രം വിളിച്ചുകൂട്ടി, ഏറ്റവും അടുത്ത കുടുംബക്കാരെ മാത്രം ഓരോരുത്തരെയും അഭിസംബോധന ചെയ്ത് എടുത്തു പറയുന്ന വാചകങ്ങൾ ഹദീസിൽ നമുക്ക് കാണാം. ഇമാം മുസ്ലിം അത് ഉദ്ധരിക്കുന്നു. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഏതൊക്കെ ആളുകളെ വിളിക്കണം എന്ന് പ്രവാചകന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. കുടുംബ ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ പിതൃപരമ്പര ഇങ്ങനെ പോകുമ്പോൾ അതിലെ ഓരോ ശാഖകളായിട്ടാണല്ലോ തിരിയുന്നത്. പ്രത്യേകിച്ച് അറബി കുടുംബങ്ങളിൽ ഒരു ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു പ്രപിതാമഹൻ ഉണ്ടാവും. അദ്ദേഹത്തിന് 2 മക്കൾ, പിന്നെ അത് 2 വഴിയായി പിരിഞ്ഞു. പിന്നെ ആ മക്കളുടെ മക്കൾ അത് പിന്നെയും പല വഴികളായി പിരിയുന്നു. അങ്ങനെയാണല്ലോ ബന്ധങ്ങൾ പോകുന്നത്. ഒരു മരത്തിന്റെ ചില്ലകൾ പോലെ ഇങ്ങനെ അതിൽ നിന്ന് പിന്നെയും ഭിന്നിച്ച് ചെറിയ ചെറിയ ഉപഗോത്രങ്ങളായൊക്കെ മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓരോ ആളുകളെയും ഇങ്ങനെ വിളിക്കണം, യാ ബനി മുർറത്ത് ഇബ്നു കഅബ്, അല്ലയോ മുർറത്ത് ഇബ്നു കഅബിന്റെ മക്കളെ. അതിനു മുമ്പ് യാ ബനി കഅബ് ഇബ്നു ലുഅയ്, കഅബ് ഇബ്നു ലുഅയ്യിന്റെ മക്കളെ. വലിയ എല്ലാവരും ഉൾപ്പെട്ടു. അതിൽ അൻഖിദു അൻഫുസക്കും മിനൻ നാർ, നരകത്തിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ നിങ്ങൾ സ്വയം രക്ഷപ്പെടുത്തണം. പിന്നെയും പറഞ്ഞു യാ ബനി മുർറത്ത് ഇബ്നു കഅബ്, അദ്ദേഹം കഅബ് ഇബ്നു ലുഅയ് ആയിരുന്നു. പിന്നെ കഅബിന്റെ മക്കൾ, ഇതൊക്കെ റസൂലിന്റെ ആ പിതൃ പരമ്പരയിൽ നസബിലുള്ള പ്രവാചകന്റെ പിതാമഹന്മാരാണ്. മുർറത്ത് ഇബ്നു കഅബിന്റെ മക്കളെ, നിങ്ങളും നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ നരകത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടുത്തണം. യാ ബനി അബ്ദി ഷംസ്, അതും ഈ പറഞ്ഞ അതേ പിതാമഹൻ ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് ബന്ധങ്ങൾ. അബ്ദു ഷംസിന്റെ മക്കളെ, അൻഖിദു അൻഫുസക്കും മിനൻ നാർ, സ്വയം നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണം. യാ ബനി അബ്ദി മനാഫ്, അബ്ദു മനാഫിന്റെ മക്കളെ, സ്വയം നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കൊള്ളണം. പിന്നെ ഇങ്ങനെ അടുത്തടുത്ത് വന്നു യാ ബനി ഹാഷിം, അബ്ദു മനാഫ്, ഹാഷിം, അബ്ദു മനാഫിന്റെ മകനാണ് ഹാഷിം, അല്ലയോ ഹാഷിമിന്റെ മക്കളെ. അടുത്തു വന്നു റസൂൽ, ഹാഷിം ഗോത്രക്കാരനാണെന്ന് നമുക്കറിയാം, ഹാഷിമി. അൻഖിദു അൻഫുസക്കും മിനൻ നാർ, ഹാഷിമിന്റെ മകൻ അബ്ദുൽ മുത്തലിബ്. പിന്നെ അടുത്ത വിളിയതാണ് യാ ബനി അബ്ദുൽ മുത്തലിബ്. അടുത്തടുത്ത് വന്നു അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ എന്ന് പറയുമ്പോൾ അല്ലാഹു റസൂലിന്റെ ഏറ്റവും അടുത്ത പിതൃവന്മാരൊക്കെ പെട്ടു. അബ്ദുൽ മുത്തലിബിന്റെ മക്കളായ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപ്പയുടെ സഹോദരങ്ങൾ അവരൊക്കെ പെട്ടു. പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ വിജയിക്കണമെങ്കിൽ പ്രവാചകനോട് ഏറ്റവും അടുത്ത ബന്ധമുണ്ട് എന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നത് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പറഞ്ഞു എല്ലാവരും വിളിച്ചു. എന്നിട്ട് അവസാനം വിളിച്ചു യാ ഫാത്തിമ, അല്ലയോ എന്റെ മകൾ ഫാത്തിമ, അൻഖിദി നഫ്സകി മിനൻ നാർ, നീ നിന്റെ സ്വന്തം ശരീരത്തെ, സ്വന്തം ആത്മാവിനെ സ്വയം നീ രക്ഷപ്പെടുത്തുക എന്നതേ മാർഗമുള്ളൂ. ഫഇന്നി ലാ അംലികു ലക്കും മിനല്ലാഹി ഷൈആ, അല്ലാഹുവിന്റെ അടുക്കൽ, അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. അഥവാ ബന്ധുത്വം, പ്രവാചകനോടുള്ള അടുപ്പം, ഇതൊന്നും നാളെ പരലോകത്തുള്ള വിജയങ്ങൾക്കുള്ള കാരണമായി ഭവിക്കില്ല. സ്വന്തം ആദർശം ശരിയാക്കിയാൽ, സ്വയം നന്നായാൽ, സ്വയം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന പാഠമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിച്ചത്. അപ്പൊ സ്വന്തം കുടുംബത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു. സ്വാഭാവികമായും ഇസ്ലാം പഠിപ്പിച്ച കടപ്പാട്, ഉത്തരവാദിത്വം, പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകൾ, ഇതൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പരിഗണിച്ചിരുന്നു. ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നത് പോലെ ഖു അൻഫുസക്കും വഅഹ്ലീകും നാറ, നരകത്തിൽ നിന്ന് സ്വയം നിങ്ങളെ രക്ഷപ്പെടുത്തുക എന്ന് മാത്രമല്ലല്ലോ ഖുർആൻ പ്രയോഗിച്ചത്. നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ രക്ഷപ്പെടുത്തുന്നതോടൊപ്പം വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബങ്ങളെ കൂടി രക്ഷപ്പെടുത്തണം എന്നതാണ്. അപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വയം നന്നാവുക, പിന്നെ സ്വന്തം കുടുംബക്കാർക്ക് താൻ മനസ്സിലാക്കിയ നന്മകൾ എത്തിച്ചു കൊടുക്കുക, പിന്നെ അതിനു ശേഷമാണ് ബാക്കിയുള്ള ആളുകളിലേക്ക് കടപ്പാടുകൾ പോകുന്നത്. ഒരുപാട് വിഷയങ്ങളിൽ അത് ഈ അറിവും പ്രബോധനവും മാത്രമല്ല, നമുക്ക് സക്കാത്തുണ്ട്,
അല്ലെങ്കിൽ നമുക്ക് സ്വതക്ക കൊടുക്കണം. അവിടെ നമ്മൾ ആലോചിക്കുമ്പോൾ ഏതെങ്കിലും അറിയാത്തൊരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അത് കൊടുക്കുന്നത് എന്തെങ്കിലും തെറ്റായ കാര്യമാണെന്നല്ല. നേരെ മറിച്ച് അയാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ഒരാൾക്ക് കൊടുക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ച് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഒരടിമയെ ഇങ്ങനെ സ്വതക്ക കൊടുത്തപ്പോൾ നമ്മൾ മുമ്പ് ആ സംഭവം വിശദീകരിച്ചിരുന്നു. അത് നിന്റെ പിതൃവ്യ പുത്രന്മാർക്ക് അല്ലെങ്കിൽ നിന്റെ ബന്ധുക്കൾക്ക് നിനക്ക് കൊടുത്തുകൂടായിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അഥവാ അവിടെ ബന്ധം ചേർക്കുക, അതോടൊപ്പം ആ നന്മ ചെയ്യുക, സ്വതക്ക അല്ലെങ്കിൽ സക്കാത്ത്, അതിന്റെ കൂലി കൂടി കിട്ടുന്നു. രണ്ട് കൂലി അതിന്റെ ഭാഗമായി കിട്ടുന്നു എന്നതുകൊണ്ടാണ്. അപ്പൊ ബന്ധം ചേർക്കുന്നതിന് അങ്ങനെ ഒരുപാട് ആ അടുപ്പത്തിന് കുറെ പ്രയോറിറ്റികൾ മുസ്ലിം കൊടുക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള ആളുകളെ പോലെ അല്ല നമ്മുടെ ബന്ധങ്ങൾ. നമുക്ക് എക്സ്ട്രാ സക്കാത്ത് അല്ലെങ്കിൽ സ്വതക്ക കൊടുക്കാൻ നമ്മുടെ അടുക്ക് സമ്പത്തുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത കുടുംബക്കാരെ അന്വേഷിച്ച് അവർക്ക് കൊടുത്താൽ അതിന് കൂലി ഇരട്ടിയാണ്. ബന്ധം ചേർക്കുക എന്നത് കൂടിയുണ്ട്. അങ്ങനെ എല്ലാറ്റിലും ആ ഒരു പരിഗണന വേണം എന്ന് ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവിടെ പിതൃവ്യന്മാർ അവരാണ് സ്വാഭാവികമായും ഉപ്പ വഴിയുള്ള ആ ബന്ധമാണ് കൂടുതൽ ഏറ്റവും അടുപ്പമുള്ളതും അന്നത്തെ കാലത്ത് വിശിഷ്യ ഏറ്റവും കൂടുതൽ ആളുകൾ പരിഗണിക്കുന്നതും ഒക്കെ അതാണ്. അതിന് അറബിയിൽ അമ്മ എന്ന് പറയും. അമ്മ എന്ന് പറഞ്ഞാൽ പിതൃവ്യൻ, ഉപ്പയുടെ സഹോദരൻ. ഉപ്പയുടെ സഹോദരൻ അഥവാ പിതൃവ്യൻ, പിതൃവ്യന്റെ മക്കൾ, പിന്നെ അങ്ങനെ തുടങ്ങിയ ബന്ധങ്ങൾ, ഉപ്പയുടെ സഹോദരിമാർ, ഇവരൊക്കെയും ഏറ്റവും പ്രാധാന്യപൂർവ്വം പരിഗണിക്കപ്പെടുന്ന ബന്ധങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മുമാർ, അമ്മാമുമാർ, പിതൃവ്യന്മാർ പ്രസിദ്ധരായ കുറെ ആളുകളെ നമുക്കറിയാം. ഹംസ, അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇവരൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ അമ്മാമുകളിൽപ്പെട്ട ആളുകളാണ്, പിതൃവ്യന്മാരിൽപ്പെട്ട ആളുകളാണ്. അബൂ താലിബിന്റെ യഥാർത്ഥ പേര് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, അബ്ദു മനാഫ്. അതുപോലെ തന്നെ അബൂ ലഹബ്, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു അല്ല, മറിച്ച് വേറൊരു സുബൈറാണ്. സുബൈർ ഇബ്നു അബ്ദുൽ മുത്തലിബാണ്. അതുപോലെ തന്നെ അബ്ദുൽ കഅബ, മുഖവ്വിം, ദിറാർ, ഖുസം, മുഗീറ, നൗഫൽ, ഹാരിസ് എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിതൃവ്യന്മാരുണ്ടായി. ഏറ്റവും മുതിർന്നയാൾ ഹാരിസും ഏറ്റവും ഇളയ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതിൽ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുൻപ് ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലെ സഹോദരൻ കൂടിയാണ്. പ്രവാചകനോടൊപ്പം ഏകദേശം അതേ പ്രായമുള്ള ആളാണ്. ഈ പറഞ്ഞ ഇത്രയും പിതൃവ്യന്മാരിൽ 4 ആളുകൾ മാത്രമാണ് അള്ളാഹുവിന്റെ റസൂലിന് നുബുവത്ത് കിട്ടുമ്പോൾ ജീവിച്ചിരിപ്പുള്ളത്. റസൂലിന് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ബാക്കിയുള്ള ആളുകളൊക്കെ മരിച്ചുപോയി. നുബുവത്ത് കിട്ടി ഇസ്ലാം കടന്നു വന്നപ്പോൾ 4 ആളുകൾ ഭൂമുഖത്ത് ജീവനോടെ ഉണ്ടായിരുന്നു. അതിൽ 2 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചില്ല, 2 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകൾ നമുക്കറിയാം. ഒന്ന് അബൂ താലിബ്, 2 അബൂ ലഹബ്. ഇസ്ലാം സ്വീകരിച്ച ആളുകൾ ഹംസ, മറ്റൊന്ന് അബ്ബാസ്. ഇവർ 2 പേരാണ് ഇസ്ലാം സ്വീകരിച്ചത്. അതുപോലെ തന്നെ പ്രവാചകന് പിതൃവ്യമാരുണ്ടായിരുന്നു, ഉപ്പയുടെ സഹോദരിമാർ. അവർ 6 പേരായിരുന്നു. ഒന്ന് സഫിയ, ഒരു മുസ്ലിമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സന്തത സഹചാരിയായിരുന്ന അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ഇവരുടെ മകനാണ്. പിതൃവ്യായ സഫിയ റളിയല്ലാഹു അൻഹയുടെ മകനാണ്. അതുപോലെ തന്നെ ആത്തിക, ബർറ, അർവ, ഉമൈമ, ഉമ്മു ഹക്കീം എന്നിങ്ങനെയുള്ള 6 പിതൃവ്യമാർ. ഇതിൽ സഫിയ റളിയല്ലാഹു അൻഹയുടെ ഇസ്ലാം ആശ്ലേഷണം മാത്രമാണ് പൂർണ്ണമായും സ്ഥിരപ്പെട്ട് ചരിത്രത്തിൽ വന്നിട്ടുള്ളത്. ആത്തിക, അർവ എന്നീ 2 പിതൃവ്യമാരുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർ ഇസ്ലാം സ്വീകരിച്ചതാണോ അല്ലയോ എന്നുള്ള വിഷയത്തിൽ. ഇനി ഈ പറഞ്ഞവരുടെ മക്കൾ, പല പിതൃവ്യന്മാരുടെയും പിതൃവ്യന്മാരുടെയും ഒക്കെ മക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രന്മാർ അല്ലെങ്കിൽ പുത്രിമാർ. അപ്പോൾ അവരൊക്കെ കുറെ കഴിഞ്ഞ് റസൂൽ ഇസ്ലാമൊക്കെ പ്രബോധനം ചെയ്യുന്ന കാലത്ത് ജീവിച്ച ആളുകളാണ്. 25 പേരുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു മൊത്തം പിതൃവ്യ പുത്രന്മാർ, ഉപ്പയുടെ സഹോദരങ്ങളുടെ മക്കളായുള്ള. അതിൽ 2 ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇസ്ലാം സ്വീകരിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരാണ്. അബൂ താലിബിന്റെ മകൻ താലിബ് ഇബ്നു അബി താലിബ്, അതുപോലെ തന്നെ അബൂ ലഹബിന്റെ മകൻ ഉതൈബ, ഇവർ 2 പേരും ഒഴിച്ച് ബാക്കിയൊക്കെ എല്ലാ ആളുകളും ഇസ്ലാം സ്വീകരിച്ചു.
പ്രധാനപ്പെട്ട ഒട്ടേറെ ആളുകളെ സ്വഹാബിമാരെ നമുക്കറിയാം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ജഅഫർ ഇബ്നു അബി ത്വാലിബ്, അതുപോലെ തന്നെ അഖീൽ ഇബ്നു അബി ത്വാലിബ്, അതുപോലെ അബ്ബാസ് റളിയല്ലാഹുവിന്റെ മക്കൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, ഉബൈദുല്ലാഹി ഇബ്നു അബ്ബാസ്, ഫദ്ൽ ഇബ്നു അബ്ബാസ്, ഹുസം ഇബ്നു അബ്ബാസ്, അതുപോലെ മറ്റൊരു പിതൃവ്യൻ ഹാരിസിന്റെ മകൻ അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ എന്നത് പ്രവാചകന്റെ ബദ്ധവൈരിയായിരുന്ന അബൂ സുഫിയാൻ അല്ല, അത് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് ആണ്. ഇത് പ്രവാചകന്റെ പിതൃവ്യന്മാരിൽ ഏറ്റവും മുതിർന്നയാൾ, വയസ്സുകൊണ്ട് ഏറ്റവും മുതിർന്നയാൾ എന്ന് പറഞ്ഞ ഹാരിസിന്റെ മകൻ അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ്, അതുപോലെ റബീഅത്ത് ഇബ്നുൽ ഹാരിസ്. ഇവരൊക്കെ പ്രവാചകന്റെ പിതൃവ്യന്മാരുടെ പുത്രന്മാരിൽ ചരിത്രത്തിലൊക്കെ ഇടയ്ക്കിടെ വരുന്ന ഒരുപാട് ഹദീസുകളിലൊക്കെ വന്ന പിതൃവ്യ പുത്രന്മാരാണ്. ഇനി പിതൃവ്യന്മാരുടെ പെൺമക്കൾ, അതിൽ ഏറ്റവും പ്രസിദ്ധയാണ് ഉമ്മു ഹാനി ബിൻത് അബി ത്വാലിബ്, അബൂ ത്വാലിബിന്റെ മകൾ ഉമ്മു ഹാനി. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ ഒരുപാട് ഹദീസുകളിൽ വന്നയാളാണ്. അള്ളാഹുവിന്റെ റസൂൽ അവരുടെ വീട്ടിൽ പോയി താമസിക്കാറുണ്ടായിരുന്നു, അവരുടെ വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകൾ നമുക്ക് കാണാം. അതുപോലെ ദുബാ ബിൻതു സുബൈർ, അവരും ഹദീസുകളിൽ വന്ന പ്രവാചകന്റെ പിതൃവ്യ പുത്രിയാണ്. അബൂലഹബിന്റെ മകൾ ദുർറ, അബൂലഹബിന്റെ മക്കളിൽ ഇസ്ലാം സ്വീകരിച്ച ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ കൂടിയാണ് ദുർറ ബിൻത് അബൂലഹബ്. അതുപോലെ ഉമാമ ബിൻത് ഹംസ, ഹംസ എന്ന മകൾ ഉമാമ. ഇത്രയും പ്രവാചകന്റെ പിതൃവ്യന്മാരുടെ മക്കൾ. പിന്നെ പിതൃവ്യമാരുടെ പിതാവിന്റെ സഹോദരിമാരുടെ മക്കളുമുണ്ട്. ഉമ്മു ഹക്കീം, അവരുടെ മകൻ ആമിർ, അതുപോലെ തന്നെ ആത്തിക്ക, അവരുടെ രണ്ട് മക്കൾ അബ്ദുള്ള, സുഹൈർ എന്നിവർ, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ്, ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ്, ഇവരൊക്കെയും ചരിത്രത്തിൽ വന്ന ആളുകളാണ്. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് ഒക്കെയാണ് ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നെ എത്യോപ്യയിൽ എത്തുമ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ പുത്രൻ. അതുപോലെ നേരത്തെ പറഞ്ഞ സഫിയ റളിയല്ലാഹുവിന്റെ മകൻ സുബൈർ ഇബ്നുൽ അവ്വാം, അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട 10 സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിമാരിൽ ഒരാളാണ് സുബൈർ. അതുപോലെ പ്രവാചകന്റെ ഭാര്യയായിരുന്ന സൈനബ് ബിൻത് ജഹ്ഷ്, പ്രവാചകന്റെ ഭാര്യമാർ 2 പേർ സൈനബ് എന്ന പേരുണ്ട്, സൈനബ് ബിൻത് ഹുസൈമയും സൈനബ് ബിൻത് ജഹ്ഷും. അതിൽ സൈനബ് ബിൻത് ജഹ്ഷ് പ്രവാചകന്റെ പിതൃവ്യ പുത്രി കൂടിയാണ്. അവരുടെ സഹോദരി ഹംന ബിൻത് ജഹ്ഷ്, ഇവരൊക്കെയും ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ് മാത്രമാണ് പിന്നെ ഇസ്ലാം സ്വീകരിച്ച് പിന്നെ അതിൽ നിന്ന് ഹബഷയിലേക്ക് പോയപ്പോൾ ക്രിസ്തു മതത്തിലേക്ക് മാറുന്നു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചിരുന്ന ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ മറ്റൊന്നായിരുന്നു മുലകുടി ബന്ധത്തിൽ പ്രവാചകന്റെ സഹോദരന്മാരായ ആളുകൾ. മുലകുടി ബന്ധത്തിലൂടെയുള്ള ബന്ധം ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ബന്ധമാണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഹംസ റളിയല്ലാഹു അൻഹു 2 രൂപത്തിലും പ്രവാചകന്റെ പിതൃവ്യനുമാണ്, മുലകുടി ബന്ധത്തിലെ സഹോദരനുമാണ്. അതുപോലെ തന്നെ അബൂ സലമത്ത് ഇബ്നു അബ്ദുൽ അസദ് പ്രവാചകന്റെ മുലകുടി ബന്ധത്തിലെ സഹോദരനാണ്. നേരത്തെ പറഞ്ഞ അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് പ്രവാചകന്റെ പിതൃവ്യ പുത്രനുമാണ്, പ്രവാചകന്റെ മുലകുടി ബന്ധത്തിലെ സഹോദരനും കൂടിയാണ്. പിന്നെയും കുറെ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരന്മാരും അതുപോലെ തന്നെ പിതൃവ്യ പുത്രന്മാരും ഒക്കെ ആയി നമുക്ക് ചരിത്രത്തിൽ കാണാം. ബന്ധങ്ങളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ നമുക്കൊക്കെയും അറിയാമായിരിക്കും. അതൊരുപാട് ഉദ്ധരിക്കുന്നതിൽ കാര്യമില്ല. നേരെ മറിച്ച് ഏറ്റവും അടുത്ത് ഈ പറഞ്ഞ ആളുകളോടൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ട രീതികളെ കുറിച്ച് നമുക്കൊന്ന് ആഴത്തിൽ പഠിക്കുക എന്നതാണല്ലോ നമ്മുടെ ഈ ഒരു സീരീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന റസൂലിന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാർ, അത് വളരെ പ്രധാനമാണ്. ഹജ്ജത്തുൽ വദാ കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങുമ്പോൾ ഹും എന്ന് പറയുന്ന ഒരു ജലാശയമുള്ള സ്ഥലത്ത് ഗദീർ ഹും എന്ന് പറയുന്ന ആ ജലാശയത്തിനടുത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രഭാഷണം സാധാരണ ഷിയാക്കൾ എടുത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ വലിയ അതിര് കവിഞ്ഞ് പുകഴ്ത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ പ്രഭാഷണം, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ചത് നമ്മൾ ആ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. ആ ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ശേഷം ഞാൻ നിങ്ങൾക്ക് വിട്ടുപോകുന്ന 2 കാര്യങ്ങൾ, അതൊന്ന് വിശുദ്ധ ഖുർആനും രണ്ടാമത്തേത് എന്ന് എടുത്തു പറഞ്ഞതുമായ കാര്യമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബം എന്നത്, അഹ്ലു ബൈത്ത് എന്നത്. അഹ്ലു ബൈത്തിനോടുള്ള നമ്മുടെ നിലപാട് എന്താണെന്ന് കഴിഞ്ഞ അനവധി ക്ലാസ്സുകളിൽ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ വിശദീകരിച്ചിരിക്കുന്നു. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് പറയുന്നത് കാണാം, ഉദക്കിറുകുമുല്ലാഹ ഫി അഹ്ലി ബൈത്തി. ഇത് 3 തവണ പ്രവാചകൻ ആവർത്തിച്ചു. ഉദക്കിറുകുമുല്ലാഹ ഫി അഹ്ലി ബൈത്തി, ഉദക്കിറുകുമുല്ലാഹ ഫി അഹ്ലി ബൈത്തി, ഉദക്കിറുകുമുല്ലാഹ ഫി അഹ്ലി ബൈത്തി. എൻ്റെ കുടുംബക്കാരുടെ വിഷയത്തിൽ, അഹ്ലു ബൈത്തിന്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്നു. അഥവാ അവരുടെ വിഷയത്തിൽ ഇടപെടുമ്പോൾ സൂക്ഷിക്കണം. അവരോട് ബാധ്യതകളുണ്ട്. അവരോട് സാധാരണ നിലയ്ക്ക് ഏതൊരാളും കയറി പെരുമാറുന്നത് പോലെ അല്ല പെരുമാറേണ്ടത്. അവർക്ക് അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട് എന്നർത്ഥം.
അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകന് നിഷിദ്ധമായ പലതും അവർക്കും കൂടി നിഷിദ്ധമായത്. അതങ്ങനെ തന്നെയാണല്ലോ. ശ്രേഷ്ഠതകൾ വരുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടും. ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അതിന്റെ റിപ്പോർട്ടർമാർ തമ്മിൽ നടക്കുന്ന സംഭാഷണം നമുക്ക് കാണാം. സ്വഹാബിമാർ തന്നെ ഹുസൈൻ ഇബ്നു സബ്റ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, വമൻ അഹ്ലു ബൈതിഹി യാ സെയ്ദ്, ആരാണ് ഈ പ്രവാചകന്റെ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ അഹ്ലു ബൈത്തിൽ പെട്ടതല്ലേ? അപ്പോ അദ്ദേഹം പറഞ്ഞു, അതെ, പ്രവാചകന്റെ ഭാര്യമാർ അഹ്ലു ബൈത്തിൽ പെട്ടതാണ്. പക്ഷേ ഇവിടെ പ്രവാചകൻ ഉദ്ദേശിക്കുന്ന അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന് ശേഷം പിന്നെയും ജീവിച്ചാലും സദഖ, സകാത്ത് ഇതൊക്കെ നിഷിദ്ധമായ പ്രവാചകന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരുണ്ട്. അത് 4 കുടുംബങ്ങളാണ്. അവരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചോദിച്ചു, അവരാരാണ്? ആ 4 പേരും ആ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അഥവാ പ്രവാചകന്റെ പിതൃവ്യ പുത്രന്മാരിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. അഥവാ അലി ഇബ്നു അബീ ത്വാലിബ്, ഹും ആലു അലിയിൻ, അലിയുടെ കുടുംബം. വആലു അഖീലിൻ, അഖീൽ ഇബ്നു അബീ ത്വാലിബ്, ആ അഖീൽ കുടുംബം. വആലു ജഅഫർ, ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ കുടുംബം. വആലു അബ്ബാസ്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ കുടുംബം. അപ്പൊ അബൂ ത്വാലിബിന്റെ 3 മക്കളും അതുപോലെ തന്നെ അബ്ബാസ് എന്ന പിതൃവ്യന്റെ ആ കുടുംബവും. ഈ പറഞ്ഞ 4 കുടുംബങ്ങളെയാണ് അഹ്ലു ബൈത്ത് എന്നതിൽ മൊത്തത്തിൽ പെടുത്തുന്നത്. ഇവർക്ക് സകാത്തും സദഖയും ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും അടുത്ത കുടുംബങ്ങളാണ് എണ്ണപ്പെടുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് പറയുന്നത് കാണാം, ഉർഖുബു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഹ്ലി ബൈത്തി. അല്ലാഹുവിന്റെ റസൂലിന് ശേഷം സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും നല്ല നിലക്ക് ഇടപെടുകയും ചെയ്യേണ്ട ആളുകളാണ്. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ആ ഉത്തരവാദിത്വവും ബാധ്യതയും ഒക്കെ നിർവഹിക്കേണ്ട ആളുകളാണ് പ്രവാചകന്റെ അഹ്ലു ബൈത്ത്. അവരുടെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ഇമാം ബുഖാരി സംഭവം ഉദ്ധരിക്കുന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബാക്കിയുള്ളവരോട് ഓർമ്മപ്പെടുത്താറുണ്ടായിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് കാണാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു പറയുന്ന വാചകങ്ങൾ, അലി റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു തമ്മിലുണ്ടായിരുന്ന ആ തെറ്റിദ്ധാരണ മൂലമുണ്ടായ ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹ ധരിച്ചു വെച്ചതും അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അനന്തര സ്വത്ത് വീതം വെക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതും ഒക്കെ നമ്മൾ മുമ്പ് വിശദമായി വിശദീകരിച്ചിരുന്നു. ആ സംഭവത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു പറയുന്ന വാചകങ്ങൾ കാണാം. ആ വീട്ടിനുള്ളിൽ വെച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശദമായി സംസാരിക്കുന്നത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു കരഞ്ഞു പോകുന്നതൊക്കെ നമ്മൾ വിശദീകരിച്ചു. അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, വല്ലദീ നഫ്സി ബിയദി, എൻ്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലഖറാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ അൻ അസില മിൻ ഖറാബത്തി. എൻ്റെ കുടുംബം, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ കുടുംബക്കാർ, അവരോട് ഞാൻ ബന്ധം ചേർക്കുന്നതിനേക്കാളും എനിക്ക് എത്രയോ ഇഷ്ടമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ പരിഗണിക്കുക എന്ന്. എൻ്റെ കുടുംബം അതിനേക്കാൾ എത്രയോ വലുതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബം. അവരോടുള്ള ബന്ധം ചേർക്കുക എന്നതാണ് എൻ്റെ സ്വന്തം കുടുംബത്തോടുള്ള ബന്ധം ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ വലുതായി ഞാൻ കാണുന്നത്. അപ്പൊ പ്രവാചക കുടുംബത്തോടുള്ള ബന്ധം, പ്രവാചകനോട് ബന്ധം സ്വഹാബിമാർക്ക് അറിയാമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അത് ഓർമ്മപ്പെടുത്തിയതുമാണ്. തുടക്ക കാലഘട്ടത്തിൽ അബൂ ത്വാലിബ് മുതൽ തുടങ്ങുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകന്റെ പിതൃവ്യന്മാരും ഈ അടുത്ത ബന്ധുക്കളുമായുള്ള സംഘട്ടനങ്ങളും അബൂ ലഹബ് ഒക്കെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലഹബിന്റെ അവതരണ പശ്ചാത്തലവും ഒക്കെ നമുക്കറിയാം. അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് അത്രയേറെ സ്നേഹത്തോടെ പരിഗണനയോടെ സ്വന്തം പിതൃവ്യനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് നമ്മളൊക്കെ കേട്ട് പിന്നെ സുപരിചിതമായ ഹദീസാണ്. ഐ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എൻ്റെ എളാപ്പ നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് പറഞ്ഞു കിട്ടിയാൽ മതി. ഒരു തവണ നിങ്ങളുടെ നാവിൽ നിന്ന് അതൊന്ന് പുറത്തേക്ക് വന്നാൽ മതി. കലിമത്തുൻ ഉഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്, അല്ലെങ്കിൽ കലിമത്തുൻ അശ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അത് നിങ്ങളത് പറഞ്ഞൊന്ന് കിട്ടിയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ അതിന് സാക്ഷ്യം വഹിക്കുന്നതും അതിനു വേണ്ടി ന്യായം പറയുന്നതും നിങ്ങൾ പിന്നെ നോക്കണ്ട, അത് ഞാൻ ചെയ്തു കൊള്ളാം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷെ അടുത്തുണ്ടായിരുന്ന അബൂ ജഹലും അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യയും അത് സമ്മതിച്ചില്ല. ഖുറൈശികളുടെ ആ പാരമ്പര്യവും ഖുറൈശികളുടെ പിന്നെ അബ്ദുൽ മുത്തലിബിന്റെ, നിങ്ങളുടെ ഉപ്പ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തും ഒക്കെ വെറുത്ത് അതിൽ നിന്നൊക്കെ അകന്ന് മരിക്കാനാണോ നിങ്ങൾ താല്പര്യപ്പെടുന്നത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ നിന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് നിന്ന് അബൂ ജഹലും അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം അല മില്ലത്തി അബ്ദുൽ മുത്തലിബ്, എൻ്റെ ഉപ്പ അബ്ദുൽ മുത്തലിബിന്റെ ആ മില്ലത്തിൽ, ആ ആദർശത്തിൽ ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞാണ് അബൂ ത്വാലിബ് മരണപ്പെടുന്നത്. അലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പറയാൻ കൂട്ടാക്കിയില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ടും ഇസ്ലാമിന് വേണ്ടി അത്രയേറെ ത്യാഗങ്ങൾ സഹിച്ച അബൂ ത്വാലിബ് എന്ന സ്വന്തം പിതൃവിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ നടത്താൻ തീരുമാനിച്ചു. അന്ന് പറഞ്ഞ വാചകങ്ങൾ അതൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. വല്ലാഹി ലഅസ്തഗ്ഫിറു ലക മാ ലം ഉൻഹ അൻക. അല്ലാഹുവാണ് സത്യം, എന്നോട് വിരോധിക്കപ്പെടുന്നത് വരെ ഞാൻ താങ്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും. വിരോധിക്കപ്പെട്ടാൽ അത് നിർത്തും. അതുവരെ മുശ്രിക്കായ ഒരു മനുഷ്യൻ മരിച്ചു. പിന്നെ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതൊരു പ്രവാചകനും മുഅ്മിനീങ്ങൾക്കും മുശ്രിക്കായി മരിച്ച ഒരു മനുഷ്യന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നത് നിഷിദ്ധമാണ് എന്ന് സൂറത്തു തൗബയിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയുണ്ടായി. മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറു ലിൽ മുശ്രിക്കീൻ. ഏറ്റവും അടുത്ത വലൗകാനു ഉലി ഖുർബ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. നരകാവകാശികളാണെന്ന് ഉറപ്പായി ശിർക്കിലായി അങ്ങനെ മരിച്ചുപോയി എത്ര അടുത്ത ബന്ധുക്കളാണെങ്കിലും ശരി, ഒരു പ്രവാചകനോ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ മുഅ്മിനീങ്ങൾക്കോ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പാടുള്ളതല്ല എന്ന ആയത്തിറങ്ങി. അതുപോലെ തന്നെ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. പ്രവാചകരെ, താങ്കൾ ഇഷ്ടപ്പെടുന്ന താങ്കൾക്ക് സ്നേഹമുള്ള ആളുകളെയൊക്കെയും നേർവഴിയിലാക്കാൻ കഴിയില്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്ത് കൊടുത്ത് നേർവഴിയിലാക്കുന്നു എന്ന സൂറത്തുൽ ഖസസിലെ ആയത്തുകളൊക്കെ ഈ സമയത്താണ് അവതരിക്കുന്നത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധങ്ങളൊക്കെയും, പ്രത്യേകിച്ച് ബന്ധം എന്നതിലുപരി അബൂ ത്വാലിബിനോ ഉണ്ടായിരുന്ന പരിഗണന, അതിന്റെ കാരണങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. അത്രയേറെ ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ച, പ്രവാചകനെ സംരക്ഷിച്ച, എപ്പോഴും പ്രവാചകന്റെ കൂടെ നിന്ന ആളായിരുന്നു അബൂ ത്വാലിബ്. അതുകൊണ്ട് തന്നെ അബൂ ത്വാലിബിന്റെ മരണശേഷം നമുക്ക് അനവധി ഹദീസുകൾ കാണാം അബൂ ത്വാലിബിന്റെ നാളെ പരലോകത്തെ ശിക്ഷയെക്കുറിച്ച്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അഹ്വനു അഹ്ലിൻ നാരി അദാബൻ അബൂ ത്വാലിബ്. നരകത്തിൽ വെച്ച് ഏറ്റവും നിസാരമായ ചെറിയ ശിക്ഷ, ലളിതമായ ശിക്ഷ, ഒരു ലഘുവായ ശിക്ഷ അനുഭവിക്കുന്നത് അബൂ ത്വാലിബായിരിക്കും. വഹു മുൻതഇലുൻ ബിനഅലൈനി യഗ്ലി മിൻഹുമാ ദിമാഉഹു. രണ്ട് ചെരുപ്പുകൾ കാലിൽ ധരിച്ചാൽ തലച്ചോറ് തിളച്ചു പോകുന്ന രണ്ട് ചെരുപ്പുകൾ അബൂ ത്വാലിബിന് നാളെ നരകത്തിലുണ്ടാകും എന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. സ്വന്തം സഹോദരനെ കുറിച്ച്, അബൂ ത്വാലിബിനെ കുറിച്ച് അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നീട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, സ്വന്തം സഹോദരനല്ല അബൂ ത്വാലിബ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അബൂ ത്വാലിബ് എത്രയോ ഉപകാരങ്ങൾ ഇസ്ലാമിന് വേണ്ടി ചെയ്തു, താങ്കൾക്ക് വേണ്ടി ചെയ്തു. ഹൽ നഫഅത അബാ ത്വാലിബിൻ ബിശൈഇൻ. നിങ്ങൾക്ക് എന്തെങ്കിലും അബൂ ത്വാലിബിന് വേണ്ടി തിരിച്ചു ചെയ്യാൻ പറ്റുമോ? ഇത്രയധികം ഇസ്ലാമിന് വേണ്ടി, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ഒക്കെ ത്യാഗങ്ങൾ സഹിച്ച മനുഷ്യനാണല്ലോ. ഫഇന്നഹു കാന യഹൂതുക വയഗ്ദബു ലക. നിങ്ങൾ അത്രയേറെ സംരക്ഷിച്ച മനുഷ്യനാണ്. നിങ്ങൾക്ക് വേണ്ടി ആളുകളുടെ മുമ്പിൽ തർക്കിച്ച, ആളുകളോട് ദേഷ്യപ്പെട്ട മനുഷ്യനാണ്. നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ആളാണ്. നിങ്ങൾക്ക് എന്താണ് അബൂ ത്വാലിബിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞത്? ഇമാം മുസ്ലിം അദ്ദേഹത്തിന് സ്വഹീഹിൽ ഉൾപ്പെടുത്തിയ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ആ അദ്ദേഹം ചെയ്തതിനുള്ളത് കിട്ടി, പിന്നെ എനിക്ക് തിരിച്ചു ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നരകത്തിലെ ഏറ്റവും ആഴം കുറഞ്ഞ, പിന്നെ നരകത്തിലെ ഏറ്റവും ലഘുവായ ശിക്ഷ ലഭിക്കുന്ന സ്ഥലത്തായിരിക്കും. വഹ്ദാഹ് എന്ന അറബി പദത്തിനർത്ഥം വലിയ ആഴമുള്ള പ്രദേശമുണ്ടെങ്കിൽ അതിന് ആഴം കുറഞ്ഞ, ഓരത്ത് കയറി നിൽക്കാൻ കഴിയുന്ന കുറെ പ്രദേശങ്ങളുണ്ടാകും. അറബി ഭാഷയിൽ അത് വിശദീകരിച്ച പണ്ഡിതന്മാർ പറയും, നമ്മുടെ കാലിങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു വെള്ളം നിറഞ്ഞ പ്രദേശമാണെങ്കിൽ നമ്മുടെ നെരിയാണി വഴിയൊക്കെ അതിന് താഴെയൊക്കെ വെള്ളം ഇങ്ങനെ എത്തി നിൽക്കുന്ന സ്ഥലം, വലിയ ആഴമുള്ള സ്ഥലം, മുങ്ങിപ്പോകുന്ന സ്ഥലം അപ്പുറത്തുണ്ടെങ്കിൽ കാല് വെച്ചാൽ ഒരു നെരിയാണി വഴിയൊക്കെ വെള്ളം തട്ടുന്ന ഒരു സ്ഥലം. അത്ര ചെറിയ ശിക്ഷ എന്നതിനെ കുറിച്ച് പറഞ്ഞതാണ്. എന്നൊരു പ്രവാചകൻ പറഞ്ഞു, വലൗല അന ലകാന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. ഞാനില്ലായിരുന്നെങ്കിൽ, അഥവാ അബൂ ത്വാലിബ് ഈ പറഞ്ഞൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ, എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ, ഞാനില്ലായിരുന്നുവെങ്കിൽ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരുന്നേനെ അദ്ദേഹത്തിന്റെ സ്ഥാനം. ഇമാം മുസ്ലിം അദ്ദേഹത്തിന് സ്വഹീഹിൽ ഉൾപ്പെടുത്തിയ ഹദീസ്. അപ്പോൾ അബൂ ത്വാലിബ് വലിയൊരു ഉദാഹരണമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവന്മാരിൽ അത്രയേറെ ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിക്കുകയും എങ്ങനെയെങ്കിലും ഇസ്ലാമിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് അതിയായി ആഗ്രഹിക്കുകയും ചെയ്തയാണ്. ഇങ്ങനെ കുറച്ച് ആളുകൾ പ്രവാചകന്റെ ജീവിതത്തിൽ കാണാം. പിതൃവ്യന്മാരിൽ തന്നെ ഹംസ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രവാചക പിതൃവ്യന്മാരിൽ സ്വാഭാവികമായി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വന്നു പോകുന്ന ആളുകൾ. ഇവരൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയ്യ കാലത്തും പരിഗണിച്ചിരുന്നു. അവരിൽ പലരും ഇങ്ങോട്ടും പരിഗണിച്ചിരുന്നു. മുശ്രിക്കായിരുന്നിട്ടും ഇസ്ലാമിക പ്രബോധനം ഇങ്ങനെ നടക്കുമ്പോഴും അവരിൽ പലരും ഇങ്ങോട്ട് പരിഗണിച്ചിരുന്നു. അതിലൊരാളാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു.
ഏത് കാലത്തും പ്രവാചകനോടൊപ്പം നിന്ന ഒരാളാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കലും അള്ളാഹുവിന്റെ റസൂലിന് എതിര് നിന്ന ഒരു ചരിത്രം കാണാൻ കഴിയില്ല. എഴുതപ്പെട്ട ചരിത്രത്തിൽ, പ്രവാചക ചരിത്രത്തിൽ, രേഖ മൂലം മുദ്രിക്കപ്പെട്ട ചരിത്രത്തിൽ അബ്ബാസ് റളിയല്ലാഹു പോലെയുള്ള പ്രവാചകന് എതിര് നിന്ന് പ്രവാചകനെ ഉപദ്രവിക്കുന്നതിൽ നമുക്ക് കാണാൻ കഴിയില്ല. അബൂലഹബും സ്വന്തം പിതൃവ്യനാണ്, എന്നിട്ടും ഉപദ്രവിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന ആളാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഹാദാ അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഇതാണ് എൻ്റെ മൂത്താപ്പ അല്ലെങ്കിൽ എളാപ്പ അബ്ബാസ്, അജ്വദു ഖുറൈശ്, ഖുറൈശികളിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ. അദ്ദേഹം സ്വന്തം പിതൃവിനെ പരിഗണിക്കുന്നതാണ്. സ്വന്തം പിതൃവിനെ കുറിച്ച് അഭിമാനത്തോടെ ജനങ്ങളോട് പറയുന്നതാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉദാരമായി കൊടുക്കുന്ന വലിയ സമ്പന്നനായിരുന്നു അബ്ബാസ്. അദ്ദേഹം പിന്നെ ചരിത്രത്തിൽ ദരിദ്രനായി മാറി. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധം ചേർക്കുന്ന ആളുമാണ് എൻ്റെ ഈ പിതൃവ്യൻ അബ്ബാസ്. അബ്ബാസ് റളിയല്ലാഹുവിനെ കുറിച്ച് പല സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന നിർദ്ദേശങ്ങൾക്ക് വലിയ വില കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് മക്കം ഫതഹിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം വിജയിച്ചടക്കി മക്കയിലേക്ക് കയറുമ്പോൾ പ്രവാചകന്റെ ബദ്ധശത്രു അബൂ സുഫിയാനെയും കൊണ്ട് മറ്റാളുകൾ മുസ്ലിം സൈന്യത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ കണ്ടാൽ അബൂ സുഫിയാനെ തൽക്ഷണം കൊല്ലാൻ മാത്രമുള്ള വൈരാഗ്യമുണ്ടവർക്ക്. അവരെ ഒന്നും കാണാതെ അബൂ സുഫിയാനെ രഹസ്യമായി പ്രവാചകന്റെ അടുത്തെത്തിക്കുന്നത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒളിച്ചു കൊണ്ട് എത്തിച്ചു. പിന്നെ അബൂ സുഫിയാൻ മുസ്ലിമായി. അബൂ സുഫിയാന്റെ അധികാരവും അബൂ സുഫിയാന്റെ നേതൃത്വത്തോടുള്ള മോഹവും ഒക്കെ മനസ്സിലാക്കി അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അബൂ സുഫിയാൻ യുഹിബ്ബു ഹാദൽ ഫഖർ, അബൂ സുഫിയാൻ ഈ പൊങ്ങച്ചം, നേതൃസ്ഥാനം, തന്നെ പരിഗണിക്കുക, അതുകൊണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫലൗ ജഅൽത ലഹു ഷൈഅൻ, അല്ലാഹു റസൂല് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരാളുടെ പൊങ്ങച്ചത്തിന് വേണ്ടിയോ അയാളെ അങ്ങനെ പരിഗണിക്കുന്നതിന് വേണ്ടിയോ കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ലല്ലോ. പക്ഷെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശുപാർശയാണ്, എന്തെങ്കിലും ഒന്ന് അബൂ സുഫിയാനെ പരിഗണിക്കണം. ഇപ്പോൾ വരെ തൊട്ട് മുമ്പുള്ള നിമിഷം വരെ മക്കയുടെ അധിപതിയാണ്, മക്കയുടെ അവസാന വാക്കാണ് അബൂ സുഫിയാൻ. അതുകൊണ്ട് മക്ക താങ്കൾ ജയിച്ചടക്കുമ്പോൾ അബൂ സുഫിയാൻ എന്തെങ്കിലും ഒരു പരിഗണന കൊടുക്കണം, എന്തെങ്കിലും ഒരു അർഹതപ്പെട്ടത് കൊടുക്കണം. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നാം കൊടുക്കാം. മൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ ആമിൻ. ആരെങ്കിലും അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടി അവിടെ പ്രവേശിച്ച് പുറത്തിറങ്ങാതെ അക്രമമൊന്നും നടത്താതെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടി അതിനുള്ളിൽ പ്രവേശിച്ചാൽ ഫഹുവ ആമിൻ, അവൻ നിർഭയനാണ്, അവനെ മുസ്ലിം സൈന്യം ഒന്നും ചെയ്യില്ല. വമൻ അഗ്ലഖ അലൈഹി ബാബഹു ഫഹുവ ആമിൻ. സ്വയം വീട്ടിൽ അടച്ചിരിക്കുന്ന, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ സ്വന്തം വീട്ടിൽ തന്നെ ഇരിക്കുന്നവൻ നിർഭയനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്ഹു മക്കയുടെ അന്ന് പ്രഖ്യാപിക്കുന്നു. അതുപോലെ അനവധി സന്ദർഭങ്ങളിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്, മുസ്ലിം ആകുമ്പോഴും അല്ലാത്തപ്പോഴും. അത് അബ്ബാസ് റളിയല്ലാഹുവിന്റെ പ്രത്യേകതയാണ്. അതിലൊന്നാണ് അഖബ ഉടമ്പടി. അഖബ ഉടമ്പടി മദീനയിൽ നിന്ന് കുറെ ആളുകൾ ഹജ്ജിനായി വരുന്നു. അവരെ പ്രവാചകൻ കാണുന്നു, ഖസ്റജ് ഗോത്രത്തിലെ ആളുകൾ. അങ്ങനെയാണ് അവരെ കണ്ട് പ്രബോധനം നടത്തി. രാത്രിക്ക് രാമാനം അഖബയിൽ വെച്ച്, മലയിടുക്കിൽ വെച്ച് പ്രബോധനം നടത്തി, മിനായിൽ വെച്ച് സംസാരിച്ച് പിന്നെ അവർ മുസ്ലിമായി. പിന്നെ അവർ തിരിച്ച് മദീനയിലേക്ക് പോയിട്ടാണ് അവിടെ ഇസ്ലാം പ്രചരിക്കുന്നതും പിന്നെ ഹിജറ എന്ന് പറയുന്ന വലിയ ഒരു നിർണായകമായ സംഭവം നടക്കുന്നത്. അതിന്റെ തുടക്കമാണ് ഈ അഖബ. അപ്പൊ ഹിജറ പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് അൻസാരികൾ മദീനയിലെ ആളുകൾ വന്നപ്പോൾ അന്ന് രാത്രി അവരോട് സംസാരിക്കാൻ പോകുന്ന ആ സംഭവം നമുക്ക് ഉദ്ധരിക്കുന്നത് കാണാം. സ്വഹാബിമാർ ആ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ പറയുന്നത് കാണാം, അള്ളാഹുവിന്റെ റസൂലിനെയും കാത്ത് നമ്മളിങ്ങനെ രാത്രി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മളെ കൂടെയുള്ള മദീനയിൽ നിന്ന് വന്ന മുശ്രിക്കുകളുണ്ട്, ഹജ്ജിന് വന്നതാണ്. അവരാരെയും അറിയിക്കാതെ, നമ്മൾ ഒളിച്ച് അവരാരെയും ഉണർത്താതെ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് ഒരു മീറ്റിംഗ് പോയിന്റിൽ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് രണ്ടാളുകൾ അവിടേക്ക് വന്നു. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തോടൊപ്പം അമ്മുഹു അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. ആ രാത്രി മുശ്രിക്കാണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അന്ന്. പക്ഷെ അദ്ദേഹമാണ് പ്രവാചകനോടൊപ്പം സംസാരിക്കാൻ വേണ്ടി വരുന്നത്. എന്നിട്ട് സ്വന്തം പിതൃപുത്രനാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൽ നമുക്ക് കാണാം. മദീനയിൽ നിന്ന് വന്ന പ്രവാചകൻ അഭയം കൊടുക്കാം, ഹിജ്റ ചെയ്ത് മുസ്ലിങ്ങൾക്ക് അങ്ങോട്ട് വരാം എന്ന ഉറപ്പ് കൊടുക്കാൻ വേണ്ടി, ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്ന ആളുകളോട് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ മാഅശറൽ ഖസ്റജ്, അല്ലയോ ഖസ്റജ് ഗോത്രക്കാരെ, നിങ്ങൾക്കറിയാം എൻ്റെ പിതൃപുത്രൻ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഈ സമൂഹത്തിലുള്ള നിലയും വിലയും ഖുറൈശി ഗോത്രത്തിന്റെ അവസ്ഥയും ഒക്കെ നിങ്ങൾക്കറിയാം. ഇപ്പോ നിങ്ങൾ ഇവിടെ നിന്ന് അദ്ദേഹത്തെ അഭയം കൊടുത്തു കൊണ്ടുപോകേണ്ട അവസ്ഥയൊന്നും അദ്ദേഹത്തിനില്ല. നിലവിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ എന്നെ പോലെ അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തെ പോലെയുള്ള ആളുകളുണ്ട്. നിലവിൽ ഇപ്പോ സുരക്ഷിതമായ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. ഇനി നിങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ഇനി വല്ലതും സംഭവിച്ചാൽ അതിന് ചെറിയ വിലയല്ല കൊടുക്കേണ്ടി വരിക. അതുകൊണ്ട് ഇപ്പൊ തീരുമാനിക്കണം ഇദ്ദേഹത്തെ നിങ്ങൾ മദീനയിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിൻ്റെതായ എല്ലാ പ്രത്യാഘാതങ്ങളും ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം, കൊണ്ടുപോകണോ, ഈ പറഞ്ഞ ബൈഅത്ത് ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തീരുമാനിക്കാം എന്ന അവസാനവട്ട വാക്ക് പറയുന്നത് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം വന്ന ഒരു സുദീർഘമായൊരു പ്രഭാഷണം പോലൊരു സംസാരം അന്ന് മദീനക്കാരായ ആളുകളും നടത്തുന്നു. അതും കേട്ട് കഴിഞ്ഞിട്ടാണ് ഏറ്റവും അവസാനം മദീനയിലെ അൻസാരികൾ പറയുന്നത് ഖദ് സമിഅനാ മാ ഖുൽത്, അബ്ബാസ് നിങ്ങൾ പറഞ്ഞതൊക്കെയും നമ്മൾ കേട്ടു. ഫതകല്ലം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഇനി നിങ്ങൾ പറഞ്ഞാലും. അബ്ബാസ് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടു, പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു എന്നല്ലോ പറയേണ്ടത് പ്രവാചകൻ. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾ പറഞ്ഞാലും ഫഖുദ് ലിനഫ്സിക് വലിറബ്ബിക മാ അഹ്ബബ്ത, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം നിങ്ങളുടെ സ്വന്തം വിഷയത്തിൽ, നിങ്ങളുടെ റബ്ബിന്റെ വിഷയത്തിൽ എന്താണോ ഇഷ്ടം അത് നിങ്ങൾക്ക് ചെയ്യാം, പ്രവാചകരെ അങ്ങയുടെ ഇഷ്ടം പോലെ എന്ന് പറയുകയും ചെയ്തു. പിന്നെയാണ് അതിനുശേഷം ബൈഅത്തും ഹിജ്റയും ഒക്കെ ഉണ്ടാകും. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഈ സംഭവം ഒക്കെ വളരെ വിശദമായി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അബ്ബാസ് എന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ജാഹിലിയ കാലത്തും ഇസ്ലാമിലും ഒക്കെ വളരെ അടുത്ത് നിലകൊണ്ട മനുഷ്യനായിരുന്നു. മനസ്സില്ലാ മനസ്സോടെയാണ് അദ്ദേഹം ബദർ യുദ്ധത്തിലൊക്കെ പങ്കെടുക്കുന്നത്. അവിടെ ഖുറൈശികളായ ആളുകൾ നിർബന്ധിച്ച് ഇറക്കിക്കൊണ്ടുപോകുന്ന ആളാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കണ്ടാൽ കൊല്ലരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. അതൊക്കെ ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിക്കുകയും ചെയ്തു. നിർബന്ധപൂർവ്വം മക്കക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇറങ്ങി പുറപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരുള്ള പരിഗണനയിൽ ആ പ്രവാചകന്റെ വീട്ടിൽ വന്നിരുന്ന അനവധി സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ പറഞ്ഞ പിതൃവ്യന്മാരുടെ മക്കൾ, ഇവരുടെ റസൂലിന്റെ തന്നെ ശിക്ഷണത്തിൽ വളർന്ന അലി റളിയല്ലാഹു അൻഹു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹം എപ്പോഴും പ്രവാചകന്റെ വീട്ടിൽ വരാൻ സ്വാതന്ത്ര്യമുള്ള പ്രവാചകന്റെ വീട്ടിൽ വളർന്നു വന്ന ആളാണ്. ചെറിയ കുറെ ആളുകൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ അറിവ് നേടിയ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്ന, ഇടയ്ക്കിടെ അവിടെ കിടക്കാറുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം, ബിത്തു ഇൻദ ഖാലതി മൈമൂന, ഞാൻ എൻ്റെ മാതാവിന്റെ സഹോദരിയായ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ, അഥവാ പ്രവാചകന്റെ ഭാര്യയായ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ, പ്രവാചകന്റെ തന്നെ വീട്ടിൽ ഞാനൊരു ദിവസം രാത്രി കിടന്നു. അല്ലാഹുവിന്റെ റസൂൽ ഭാര്യയോട് രാത്രി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ആ ഹദീസിൽ നിന്നൊക്കെയാണ് രാത്രി സംസാരിക്കുന്നത്, ഭാര്യയോടുള്ള സംസാരം, രാത്രി ഉള്ള ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള സല്ലാപങ്ങൾ അതൊക്കെയും ആവാം. അത് രാത്രി അനാവശ്യമായി ഉറക്കം ഒഴിക്കുന്നതിൽ പെടില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് രാത്രി തഹജ്ജുദിന് നിസ്കരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇടതുവശത്ത് വന്നു നിന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു കാണാം. പ്രവാചകന്റെ പിതൃപുത്രനാണല്ലോ ഇബ്നു അബ്ബാസ്. അദ്ദേഹത്തെ ചെവിക്ക് പിടിച്ച് വലതു ഭാഗത്തേക്ക് നിർത്തുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നമുക്ക് കാണാം. ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന അനവധി സന്ദർഭങ്ങൾ, പ്രവാചകന്റെ കൂടെ പലപ്പോഴും ഒട്ടകപ്പുറത്ത് കയറാനുള്ള ഭാഗ്യം ഈ പറഞ്ഞ ചെറിയ കുറെ കുട്ടികൾ കിട്ടിയിരുന്നു. പ്രവാചകന്റെ പിതൃവ്യന്മാരുടെ മക്കൾക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടകപ്പുറത്ത് അല്ലെങ്കിൽ കഴുതപ്പുറത്തൊക്കെ പ്രവാചകന്റെ കൂടെ ഒട്ടിച്ചേർന്നിരുന്ന് യാത്ര ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് കൊടുത്ത ഉപദേശങ്ങൾ ചരിത്രത്തിൽ പ്രത്യേകം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് ഇന്നി വഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് കുറച്ച് വാചകങ്ങൾ പഠിപ്പിച്ചു തരാം, നീ അത് നിന്റെ മനസ്സിൽ കൊത്തിവെക്കേണ്ട വാചകങ്ങളാണത് എന്ന് പറഞ്ഞ് യഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, എങ്കിൽ അല്ലാഹു നിന്നെയും സംരക്ഷിക്കും. യഹ്ഫദില്ലാഹ തജിദുഹു അമാമക, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും റബ്ബിനെ നിനക്ക് നിന്റെ മുന്നിൽ കാണാൻ പറ്റും. ഇദാ സഅൽത ഫസ്അലില്ലാ, നിനക്ക് ചോദിക്കാൻ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് നീ ചോദിക്കുകയാണെങ്കിൽ ഫസ്അലില്ലാ, അല്ലാഹുവോട് മാത്രം ചോദിക്കണം. വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാ, സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം ഇസ്തിആനത്ത് സഹായം തേടണം. വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. മോനെ ഇബ്നു അബ്ബാസ്, മനസ്സിലാക്കേണ്ടത് ലോകത്തുള്ള മുഴുവൻ ആളുകളും നിനക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം, ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ചാലും അല്ലാഹു നിനക്കത് വിധിച്ചിട്ടില്ലെങ്കിൽ മോനെ നിനക്കത് ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. തിരിച്ചും വഅലം അന്നൽ ഉമ്മത വഇൻ ഇജ്തമഉ അലാ അൻ യദുറുക ബിശൈഇൻ, അവർ നിനക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ വേണ്ടി, ലോകത്ത് ഉപദ്രവം ചെയ്യാൻ വേണ്ടി ലോകത്തുള്ള മുഴുവൻ ആളുകളും കൂടി ഒന്നു ചേർന്ന് വന്നാലും
അള്ളാഹു നിനക്കത് വിധിച്ചിട്ടില്ലെങ്കിൽ അതും അവർക്ക് കഴിയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതൊക്കെ ഇങ്ങനെ ഒറ്റ വാഹനപ്പുറത്ത് ഇരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ്. ഫദ്ൽ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് എന്ന സഹോദരനാണ് ഫദ്ൽ. അബ്ബാസ് എന്ന മറ്റൊരു മകൻ. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവുമായി ഇങ്ങനെ ഹജ്ജിന്റെ യാത്ര, ആ ഹജ്ജത്തുൽ വദാഇൽ പ്രവാചകൻ ഒട്ടകപ്പുറത്തിരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ സംശയം ചോദിക്കാൻ വരുന്നത്. അപ്പോൾ ചെറുപ്പക്കാരനായ ഫദ്ൽ ഇബ്നു അബ്ബാസ് ആ സ്ത്രീയുടെ നോക്കുന്നത് കണ്ടിട്ടാണ് റസൂലുള്ളാഹി കൈ കൊണ്ട് ഫദ്ൽ റളിയല്ലാഹുവിന്റെ തല പിടിച്ച് തിരിക്കുന്നത്. അദ്ദേഹം ചെറുപ്പക്കാരനാണ്, ഒരു യുവാവാണ്, അതിൻ്റെതായ വികാരങ്ങളും വിചാരങ്ങളുമുള്ള ആളാണ് എന്നതുകൊണ്ട് അത് തിരുത്തി കൊടുക്കുന്നത്, അങ്ങനെ സ്ത്രീകളെ നോക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നത്. ഇങ്ങനെ പ്രവാചകന്റെ പിതൃവ്യന്മാരുടെ മക്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അവരുടേതായ സ്ഥാനങ്ങളുണ്ടായി. ഈ പറഞ്ഞതുപോലെ പ്രവാചകന്റെ വീട്ടിൽ അവർ വരാറുണ്ടായിരുന്നു, കിടക്കാറുണ്ടായിരുന്നു. പ്രവാചകനോടൊപ്പം യാത്രകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൂടെ കൂട്ടാറുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, സ്വന്തം പിതൃവ്യന്മാരുടെ ഹിജറയും ഇതൊക്കെ കഴിഞ്ഞ് മദീനയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യന്മാരിൽ പലരും ദരിദ്രരായിപ്പോയി. മക്കയിലെ ഖുറൈശികളിലെ അബ്ദുൽ മുത്തലിബിന്റെ വലിയ പ്രതാപികളായ മക്കളായിരുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ റബീഅത്ത് ഇബ്നുൽ ഹാരിസിനെ പോലെയുള്ള പ്രവാചകന്റെ പിതൃവ്യ പുത്രന്മാരും പിതൃവ്യന്മാരിൽ പലരും ഒന്നുമില്ലാത്തവരായിപ്പോയി. പല ആളുകൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തിന് സ്വന്തം തടിയെയും അതുപോലെ തന്നെ സഹോദരനായ അഖീൽ ഇബ്നു അബീ ത്വാലിബിനെയും ബദറിൽ പിടിക്കപ്പെട്ടു, മുസ്ലിങ്ങൾ പിടിച്ചു, ബന്ദികളാക്കി. അവസാനം സ്വന്തം ശരീരത്തിന് സ്വന്തം സഹോദരനും കൂടി മോചനദ്രവ്യം കൊടുക്കേണ്ടി വന്നു. അത് ഏകദേശം ഒരു വലിയ സംഖ്യയായിരുന്നു. അത് 80,000 ദിർഹം എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അതായത് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സേവിങ്സ് മുഴുവൻ തീരുന്ന രൂപത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു തനിക്കും സഹോദരനും വേണ്ടി മോചനദ്രവ്യം കൊടുത്തു. അതോടുകൂടി അദ്ദേഹം കടക്കാരനായി പോയി. അതൊക്കെ ചരിത്രത്തിൽ കാണാം. അപ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതൊക്കെ അറിയാം. ഒരു ദിവസം അബ്ദുൽ മുത്തലിബ് ഇബ്നു റബീഅത്ത് ഇബ്നുൽ ഹാരിസ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യ പുത്രന്റെ മകനാണ് അബ്ദുൽ മുത്തലിബ് ഇബ്നു റബീഅ. ഹാരിസ് എന്ന പിതൃവിന്റെ മകൻ റബീഅയുടെ മകൻ അബ്ദുൽ മുത്തലിബ്. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു ദിവസം എന്റെ ഉപ്പ റബീഅയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവും കൂടി ഒരുമിച്ച് കണ്ടുമുട്ടി. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹുവിന്റെ മകൻ ഫദ്ൽ അതുപോലെ തന്നെ റബീഅത്ത് ഇബ്നുൽ ഹാരിസ്, ഇവർ രണ്ടുപേരും പ്രവാചകന്റെ പിതൃവ്യന്മാരാണ്. ഞങ്ങൾ 2 മക്കൾ, ഞങ്ങൾക്ക് 2 ആൾക്കും വിവാഹത്തിനുള്ള സമയമായി. ചെറുപ്പക്കാരാണ്, വിവാഹത്തിനുള്ള സമയമായി. പക്ഷെ ഒരു ജോലിയുമില്ല, ഒരു കൂലിയുമില്ല, നമുക്ക് വരുമാന മാർഗം ഒന്നുമില്ല. അപ്പൊ 2 ഉപ്പമാരും തമ്മിൽ കണ്ടപ്പോൾ അവർ സംസാരിക്കുകയാണ്. മദീനയിൽ വെച്ചാണ് സംഭവം. അല്ലാഹുവിന്റെ റസൂൽ പല സ്വഹാബിമാരെയും സ്വതക്കയുടെയും സക്കാത്തിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥരായി നിയോഗിക്കാറുണ്ട്, സക്കാത്തിന്റെ ഇത് പിരിച്ചെടുക്കാൻ. അപ്പോൾ അവരുടെ ശമ്പളവും ഒക്കെ സക്കാത്തിന്റെ മുതലുകൾ അർഹതപ്പെട്ട ആളുകളാണല്ലോ, സക്കാത്തിന്റെ മുതലുകൾക്ക് വേണ്ടി നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം അതിൽ നിന്ന് തന്നെയാണല്ലോ കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ പല ആവശ്യങ്ങൾക്കുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല സ്വഹാബിമാരെ ചുമതലപ്പെടുത്താറുണ്ട്. അപ്പൊ ഈ 2 പേര് തീരുമാനിച്ചത് റസൂലിന്റെ അടുത്ത് പോയി നമ്മുടെ 2 കല്യാണപ്രായമായ 2 ആൺകുട്ടികൾക്ക് മക്കൾക്ക് ഒരു ജോലി ശരിയാക്കി കൊടുക്കാം, എന്തെങ്കിലും വരുമാനം വേണമല്ലോ. അപ്പൊ അവർ കണ്ട ജോലി ഈ പറഞ്ഞ സക്കാത്തിന്റെയും സദഖയുടെയും ഉദ്യോഗസ്ഥരാവുക എന്നാണ്. റബീൽ ആമിൽ എന്ന് പറയുന്നതാണ്. ആമിൽ സക്കാത്തിന്റെ ഉമ്മാൽ, സക്കാത്തിന് വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട ജോലിക്കാർ. അപ്പൊ ഇവർ 2 പേര് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വരുന്നത്. അലി റളിയല്ലാഹു അൻഹു ഇവരുടെ സഹോദരന്റെ മകനാണല്ലോ. അലി റളിയല്ലാഹുവിന്റെ ഉപ്പ അബൂ ത്വാലിബിന്റെ സഹോദരങ്ങളാണ് റബീഅയും അതുപോലെ തന്നെ അബ്ബാസ്. അപ്പൊ സ്വന്തം പിതൃവ്യന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വന്നു. അപ്പൊ ഇവർ 2 പേരും അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അലി, നമ്മൾ ഇങ്ങനെ റസൂലിന്റെ അടുത്ത് പോയി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ നിൽക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു ജോലി എന്തെങ്കിലും തരപ്പെടുത്തി കൊടുക്കണം, ഈ ജോലിക്ക് അവരെ നിയോഗിക്കണം, അങ്ങനെ അവർക്കൊരു വരുമാനം കിട്ടുമ്പോൾ അത് ഉപയോഗിച്ച് കല്യാണം കഴിക്കാൻ പറ്റും. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ അതുമായിട്ട് പോകണ്ട, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് നിങ്ങൾ അതുമായി പോയി കഴിഞ്ഞാൽ അത് ഒരിക്കലും. അലി റളിയല്ലാഹു അൻഹു അത് കേട്ടപ്പോൾ തന്നെ പറഞ്ഞു, ഫലാ തഫ്അല, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഫവല്ലാഹി മാ ഹുവ ബിഫാഇൽ, അല്ലാഹു റസൂൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ബന്ധത്തിന്റെ പേരിൽ പ്രത്യേകിച്ച് സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാരിൽ നിങ്ങളെ മക്കളെ പെടുത്തണമെന്ന് പറഞ്ഞാൽ അത് അനുവദിച്ചു തരില്ല, അത് ചെയ്യില്ല. അപ്പൊ ഇവര് പറഞ്ഞു, ഇവർക്കത് ഇഷ്ടപ്പെട്ടില്ല. സ്വന്തം പിതൃപുത്രൻ കൂടിയാണ് അലി റളിയല്ലാഹു അൻഹു. അപ്പൊ ഇവര് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ അലി നിനക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് അറിയാം, അപ്പൊ നിനക്ക് കിട്ടുന്ന ആ സ്ഥാനം നമ്മുടെ മക്കൾക്ക് കിട്ടരുത് എന്നത് വല്ലത് കൊണ്ടാണോ അങ്ങനെ പറയുന്നത്? ഇപ്പോ ഫാത്തിമ റളിയല്ലാഹുവിന്റെ ഭർത്താവാണ്.
ഞങ്ങൾക്ക് നിന്നോട് ഒരു അസൂയയും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ മക്കൾക്ക് ആ ഒരു ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ അത് കിട്ടണം എന്നേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും നമ്മുടെ മനസ്സിലില്ല. അപ്പോൾ സ്വന്തം മൂത്താപ്പന്മാർ തന്നെയാണ് ഇത് പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ നിങ്ങൾ മക്കളെ വിട്ടോളി, പ്രവാചകനോട് ചോദിച്ചോളൂ. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം, ഞാൻ എന്താണോ മറുപടി പറഞ്ഞത് അത് തന്നെ സംഭവിക്കാൻ പോകുന്നുള്ളൂ, ഉറപ്പാണ്. അതല്ലാതെ ഒരു അത് മാറ്റവും അതിൽ പ്രതീക്ഷിക്കേണ്ട, അതിനുള്ള മറുപടി ഞാൻ ഈ പറഞ്ഞത് തന്നെ ആയിരിക്കും എന്ന് അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുകയും ചെയ്തു. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ എത്തി. റസൂലുള്ളാഹി മക്കളെയാണ് അയച്ചത്, 2 മക്കളാണ് അവിടെ എത്തുന്നത്. അതിലൊരാളാണ് ഇത് ഹദീസ് ഉദ്ധരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും എത്തി, ദുഹർ നിസ്കാരത്തിന് പള്ളിയിലെത്തി. ദുഹർ നിസ്കാരത്തിന് ശേഷം റസൂൽ പോകുന്ന അന്നത്തെ വീട് സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ വീടാണ്, പ്രവാചകന്റെ ഭാര്യ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൈനബ് ബിൻത്ത് ജഹ്ഷ് പ്രവാചകന്റെ ഭാര്യ മാത്രമല്ല, പിതൃവ്യ പുത്രി കൂടിയാണ്, ബന്ധം കൂടിയുണ്ട്. അപ്പോൾ അന്ന് ആ വീട്ടിലാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും വീടിന്റെ ഫ്രണ്ടിൽ പോയി നിന്നു, റസൂൽ വരുന്നതും കാത്തു നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, ഇവരുടെ ചെവിയൊക്കെ പിടിച്ചു ഇങ്ങനെ ഒരു തമാശക്ക്. സ്വന്തം പിതൃവ്യ പുത്രന്മാരാണല്ലോ. അഖ്രിജാമാ തുസദ്ദിറാൻ, എന്തോ പറയാൻ വന്നാണല്ലോ, ഉള്ളിലുള്ളത് പുറത്തെടുത്തോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചെറിയ ആളുകളാണ്, വലിയ പ്രായമൊന്നുമില്ലല്ലോ. അപ്പൊ ഇവർക്ക് പ്രവാചകനോട് ഒരുമിച്ച് വീട്ടിൽ കയറി ഇത് പറയാൻ ഭയങ്കര മടി. നമ്മളെ തന്നെ കല്യാണത്തിന്റെ വിഷയമാണല്ലോ ഈ പറയുന്നത്, നമുക്ക് ജോലി വേണം. അപ്പോൾ ഹദീസ് ഉദ്ധരിക്കുന്ന അദ്ദേഹം പറയുന്നത് ഫതവാക്കൽന അൽ കലാം, നമ്മളിങ്ങനെ വിചാരിച്ചു ഇപ്പം അവൻ പറയും ഞാൻ പറയണോ എന്നിങ്ങനെ ചിന്തിച്ചു. അവസാനം ഞങ്ങളിൽ ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, പറഞ്ഞിങ്ങനെ തുടങ്ങാണ്, അല്ലാഹുവിന്റെ റസൂലേ, അൻത അബറുന്നാസ്, നിങ്ങൾ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആളാണല്ലോ താങ്കൾ. ഔസലുന്നാസ്, കുടുംബക്കാരെ അത്രയേറെ പരിഗണിക്കുന്ന ഏറ്റവും കൂടുതൽ ബന്ധം ചേർക്കുന്ന ആളാണല്ലോ താങ്കൾ. വഖദ് ബലഗ്ന അൻ നിക്കാഹ്, നമുക്ക് രണ്ടാൾക്കും ഇപ്പോൾ നിക്കാഹിനുള്ള സമയമായി. അതുകൊണ്ട് നമ്മൾ വന്നത് ഇങ്ങനെ സ്വതക്കയുടെ അതായത് സക്കാത്തിന്റെ ഏതെങ്കിലും ജോലികൾ ഉണ്ടെങ്കിൽ നമ്മളെ അതിനുള്ളൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ നമുക്കുള്ള ആ നിക്കാഹിന്റെ വക അതിൽ നമുക്ക് കിട്ടുമല്ലോ. എന്താണോ അതിനുള്ള ശമ്പളം, വരുമാനം ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത് അത് തന്നാൽ മതി. ജനങ്ങൾക്ക് ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ആളുകൾക്കൊക്കെ കൊടുക്കുന്നത് എന്താണോ അത് മതി. റസൂലുള്ളാഹി ഒന്നും മിണ്ടിയില്ല, കുറേ നേരം മിണ്ടാതിരുന്നു. അപ്പോൾ ഉള്ളിൽ നിന്ന് ഹിജാബിന്റെ മറയുടെ അപ്പുറത്ത് നിന്ന് സൈനബ് റളിയല്ലാഹു അൻഹ, പിതൃവ്യ പുത്രിയാണല്ലോ, ഒക്കെ ബന്ധുക്കളാണല്ലോ, കുടുംബക്കാരാണ്. സൈനബ് റളിയല്ലാഹു അൻഹ ഇത് ഇവരിങ്ങനെ പ്രവാചകനോട് അവതരിപ്പിക്കുമ്പോൾ അവർ ഉള്ളിലിരുന്ന് ഇവരെ നോക്കി പറയുന്നുണ്ട്, ലാ തുകല്ലിമ, പറയരുത്, ഇങ്ങനൊന്നും ചോദിക്കരുത്, ഉറപ്പാണത് പ്രശ്നമാവും, റസൂൽ ചിലപ്പോൾ ദേഷ്യപ്പെടാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവരിങ്ങനെ അത് ആംഗ്യം കാണിക്കുന്നുണ്ട്, നിങ്ങളത് പറയരുത്, ഇനി സംസാരിക്കരുത്, ഇനി പ്രവാചകൻ മിണ്ടാതിരിക്കുകയാണ്, ഇനിയും അങ്ങോട്ടൊന്നും കയറി ചോദിക്കരുത് എന്നൊക്കെ പറയുന്നു. അവസാനം കുറേ നേരം മിണ്ടാതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസിദ്ധമായ ഹദീസ് പറയും, ഇന്ന സ്വദഖത ലാ തംബഗി ലിആലി മുഹമ്മദിൻ, സ്വദഖ അഥവാ സകാത്ത് അത് മുഹമ്മദ് കുടുംബത്തിന് ഒരിക്കലും യോജിക്കുന്നതല്ല, അവർക്ക് അനുവദനീയമല്ല. ഇന്നമാ ഹിയ ഔസാഖുന്നാസ്, അത് ജനങ്ങളുടെ ഔസാഖ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് എന്നാണ് അറബിയിൽ അർത്ഥം. അഥവാ ജനങ്ങൾ സമ്പന്നർ അവരുടെ വിഹിതത്തിൽ നിന്ന് അള്ളാഹു പറഞ്ഞത് ഇവർ ഒഴിവാക്കുന്നതാണല്ലോ, അവരുടെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് ഈ സക്കാത്ത് എന്ന് പറയുന്നത്. അത് മുഹമ്മദ് ഇന്നഹാ ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി മുഹമ്മദ്, അത് മുഹമ്മദിനും പറ്റില്ല, മുഹമ്മദിന്റെ കുടുംബത്തിനും പറ്റില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു പറയുകയാണ് ചെയ്തത്. പക്ഷെ എന്നിട്ട് അവിടെ നിർത്തിയില്ല, കാരണം ഇവരുടെ അവസ്ഥ അള്ളാഹുവിന്റെ റസൂലിന് അറിയാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മഹ്മിയത്ത് ഇബ്നു ജസ് എന്ന് പറയുന്ന ഒരു സ്വഹാബിയാണ്, അദ്ദേഹത്തെ അള്ളാഹുവിന്റെ റസൂലിൻ്റെതായ ചെലവുകൾ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്ന ഒരു പ്രവാചകന്റെ അക്കൗണ്ടന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെയാണ് മഹ്മിയത്ത് ഇബ്നു ജസ്. അഥവാ യുദ്ധത്തിൽ നിന്നും മറ്റുമൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ വകയായി കിട്ടുന്ന ഉണ്ടാവും. അപ്പൊ 5-1 ഹുമുസ് പ്രവാചകൻ അവകാശപ്പെട്ടതാണ്. അതുപോലെ റസൂലിന് കിട്ടുന്ന റസൂലിന്റെ വിഹിതം ഉണ്ടാവും. അത് നോക്കി നടത്തിയിരുന്ന ഒരു ചെലവൊക്കെ നോക്കി നടത്തിയാണ് മഹ്മിയത്ത് ഇബ്നു ജസ്. അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ പ്രവാചകന്റെ മറ്റൊരു പിതൃവ്യനായ നൗഫൽ ഇബ്നുൽ ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ മറ്റൊരു പേരക്കുട്ടി നൗഫൽ, അദ്ദേഹത്തെ വിളിക്കാൻ. അങ്ങനെ രണ്ടുപേരും വന്നു. ഇവർ രണ്ടുപേർക്കും പെൺമക്കൾ, വിവാഹപ്രായമായ പെൺമക്കൾ ഉണ്ടെന്ന് പ്രവാചകൻ അറിയാം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്മിയത്ത് ഇബ്നു ജസ്ഇനോട് പറഞ്ഞു, അല്ലയോ മഹ്മിയ, നിങ്ങളുടെ മകൾക്ക് യോജിച്ചയാളാണ് ഫദ്ൽ ഇബ്നു അബ്ബാസ്, ഫദ്ലിനെ നിങ്ങളുടെ മകൾക്ക് അവർ തമ്മിലുള്ള വിവാഹം നടത്തി കൊടുക്കണം. അതുപോലെ തന്നെ നൗഫൽ ഇബ്നു ഹാരിസ് എന്ന പ്രവാചകന്റെ തന്നെ മറ്റൊരു പിതൃവ്യ പുത്രനായ നൗഫലിനോട് പറഞ്ഞു, നിന്റെ പിതൃവ്യ പുത്രനായ ഇയാളെ അബ്ദുൽ മുത്തലിബ് ഇബ്നു അൽ ഹാരിസിനും
പിന്നെ വിവാഹം ചെയ്തു, ഇബ്നു റബീഅക്കും വിവാഹം ചെയ്തു കൊടുക്കണം. അങ്ങനെ വിവാഹം ചെയ്തു കൊടുത്തു. എന്നിരുന്നാലും അവരുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് റസൂലിന് അറിയാം. അതുകൊണ്ട് ഈ പറഞ്ഞ മഹ്മിയ എന്ന് പറയുന്ന സ്വഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ദിഖ് അൻഹുമാ മിനൽ ഖുമുസി കദാ വകദാ. പ്രവാചകന്റെ മാത്രം അവകാശപ്പെട്ട ആ ഹുമുസ്, പ്രവാചകന് മാത്രം യുദ്ധാർജിത ഗനീമത്തിൽ നിന്ന് പ്രവാചകന് നീക്കി വെക്കപ്പെടുന്ന ആ ഓഹരി അല്ലാഹുവിന്റെ റസൂലിന്റെ ചെലവിനുള്ളതാണ്. അതിൽ നിന്ന് അവർക്ക് ഇന്നതിന്നൊക്കെ എത്രയാണെന്ന് ഹദീസിലില്ല, അവർക്ക് ഇത്ര ഇത് അവരുടെ മഹറായിട്ടും വിവാഹത്തിനുള്ള ചെലവായിട്ടും കൊടുക്കണം എന്ന് ആ സ്വഹാബിയോട് കൽപ്പിക്കുക ചെയ്യും. ആ മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയ ഹദീസാണ്. അഥവാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ സ്വന്തം പിതൃവ്യന്മാരുടെയും പിതൃപുത്രന്മാരുടെയും അവസ്ഥ പ്രവാചകൻ അറിയാമായിരുന്നു. അവരുടെ സാമ്പത്തിക ചെലവുകൾ അല്ലാഹുവിന്റെ റസൂലിന് കഴിയുന്ന രൂപത്തിൽ പ്രവാചകന്റെ സ്വന്തം ചെലവിനുള്ള വകയാണ് ഈ പറഞ്ഞ ഖുമുസ് എന്നുള്ളത്. അതിൽ നിന്ന് എടുത്തു കൊടുക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമുക്ക് മറ്റു പല സ്വഹാബിമാരുടെ വിഷയത്തിലും അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് ഈ അടുത്ത ബന്ധുക്കളായ സ്വഹാബിമാരുടെ വിഷയത്തിൽ നമുക്ക് കാണാം. അബ്ബാസ് റളിയല്ലാഹു അൻഹു ബദറിൽ യുദ്ധബന്ദിയായി പിടിക്കപ്പെട്ട സന്ദർഭം ഒരുപാട് പ്രവാചകന് അബ്ബാസ് അള്ളാഹുവിന്റെ ബന്ധത്തെ മനസ്സിലാക്കി തരുന്ന ഒന്നാണ്. അന്ന് യുദ്ധത്തിൽ ബന്ദിയായി പിടിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് വസ്ത്രമില്ലായിരുന്നു. അന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന മുനാഫിക്കുകളുടെ നേതാവുണ്ടല്ലോ, അദ്ദേഹം അന്ന് പിന്നെ മദീനയിലുണ്ടല്ലോ. ബദർ യുദ്ധത്തിന് ശേഷമാണ് മുനാഫിക്കുകൾ ഇറങ്ങി തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ പിന്നെ കുപ്പായം വാങ്ങിയിട്ടാണ് അബ്ബാസ് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. അതിന് പിന്നീട് പ്രവാചകൻ പകരം ചെയ്യുകയും ചെയ്തു. പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിന് സ്വന്തം പിതൃവ്യൻ കുപ്പായമില്ലാതെ വസ്ത്രമില്ലാതെ ബന്ദിയായി പിടിക്കപ്പെട്ടത് കണ്ടപ്പോൾ റസൂലുള്ളാഹി ചെയ്തു. അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബദറിൽ സ്വന്തം മോചനദ്രവ്യം കൊടുക്കണം, സ്വന്തം സഹോദരൻ അഖീൽ ഇബ്നു അബീ ത്വാലിബിന്റെ മോചനദ്രവ്യം കൊടുക്കണം. അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. അബ്ബാസ് നീയാണ് അഖീലതും കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു. ഏകദേശം നമ്മൾ പറഞ്ഞ ഒരു 80,000-ഓളം ദിർഹം എന്ന വലിയ സംഖ്യ അബ്ബാസ് അള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഒറ്റയടിക്ക് മോചനദ്രവ്യമായി പോയി. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് ഇതിന് പകരം നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ കാലം മുന്നോട്ട് പോയി മദീനയിൽ അബ്ബാസ് അള്ളാഹുക്കെ പിന്നെ മദീനയിലെത്തി, പിന്നെ മുസ്ലിമായി ഇതൊക്കെ കഴിഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം, ബഹ്റൈനിലെ ഇന്നത്തെ ബഹ്റൈനും ഇന്നത്തെ സൗദിയുടെ പിന്നെ കിഴക്കൻ അഹ്സാ അങ്ങനത്തെ കുറേ ഭാഗങ്ങളൊക്കെ ചേർന്ന ഭാഗമാണ് അന്നത്തെ ബഹ്റൈൻ. ഇന്നത്തെ ബഹ്റൈൻ അതുപോലെ അഹ്സാ അങ്ങനെ സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലെ കുറേ ഏരിയകൾ ചേർന്നാണ് അന്നത്തെ ബഹ്റൈൻ. അന്നത്തെ ബഹ്റൈനുകളിലെ മജൂസികൾ റസൂലുമായി സഖ്യം ഉണ്ടാക്കിയതനുസരിച്ച് അവരിൽ നിന്നുള്ള സമ്പത്ത് ബൈത്തുൽ മാലിലേക്ക് വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ പള്ളിയിൽ ഇങ്ങനെ വാരിയിടാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമ്പത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലപാട് അങ്ങനെയായിരുന്നു. സമ്പത്തിന് അത്രത്തോളം പ്രാധാന്യമേ പ്രവാചകൻ കൊടുത്തിരുന്നു. മസ്ജിദ് നബവിയിൽ അതിങ്ങനെ തുറന്നു കിടന്നു. ആ സമ്പത്ത് ഉൻതുറൂഹു ഫിൽ മസ്ജിദ്, മസ്ജിദിൽ അങ്ങനെ വിതറിയിടാനാണ് പ്രവാചകൻ. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് റസൂൽ സ്വഹാബിമാർ പറയുന്നത് കാണാം, അള്ളാഹുവിന്റെ റസൂലിന് വന്നതിൽ ഇങ്ങനെ പല നാടുകളിൽ നിന്ന് ലഭിച്ച ബൈത്തുൽ മാലിലേക്ക് വന്ന സമ്പത്തിൽ ഏറ്റവും വലിയ സമ്പത്തായിരുന്നു ബഹ്റൈനിൽ നിന്ന് വന്ന സമ്പത്ത്. അത് പ്രവാചകൻ വന്ന് നിസ്കാരം കഴിഞ്ഞു. എന്നിട്ട് ആ സമ്പത്തിന് പ്രവാചകൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അഥവാ അതൊരു പരിഗണന, അത്രയും സമ്പത്ത് ഇങ്ങനെ മസ്ജിദിൽ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നത് പ്രവാചകൻ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. നിസ്കാരം കഴിഞ്ഞു ഇരുന്നു. അന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അന്ന് ആരൊക്കെ വന്ന് അവർക്കൊക്കെ പ്രവാചകൻ വാരിക്കോരി കൊടുത്തു. അതിനൊരു പിന്നെ ആ സമ്പത്തിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം പ്രവാചകൻ കൽപ്പിച്ചില്ല. അതിനിടയിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നു. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു യാ റസൂലല്ലാഹ് ആതിനി, അല്ലാഹുവിന്റെ റസൂലേ എനിക്കും തരണം, മാത്രമല്ല മുമ്പ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഫഇന്നി ഫാദൈതു നഫ്സി വഫാദൈതു അഖീലൻ, ഞാൻ എൻ്റെ മോചനദ്രവ്യവും കൊടുത്തു, അഖീലിന്റെ മോചനദ്രവ്യവും കൊടുത്തു, ഞാൻ ആകെ പാപ്പരായി പോയല്ലോ. റസൂൽ പറഞ്ഞു, അബ്ബാസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം, വലിയ സമ്പത്ത് ഇങ്ങനെ. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന് കയ്യിൽ സഞ്ചി മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ സ്വന്തം വസ്ത്രത്തിൽ അതിങ്ങനെ വാരി ഇങ്ങനെ ഇട്ടു. ഒരുപാട് വാരി, ഒരുപാട് നിറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹുവിന്റെ ശരീരപ്രകൃതി ചരിത്രത്തിൽ അറിയാം. നല്ല പിന്നെ ബോഡി ഉണ്ടായിരുന്ന, നല്ല പിന്നെ ഒരു അരോഗ ദൃഢഗാത്രനായ മനുഷ്യനാണ് അബ്ബാസ്. ഒരു മെലിഞ്ഞൊരാളൊന്നുമല്ല, അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള നല്ല തടിയും പിന്നെ ഇതൊക്കെ ഉള്ളവരാണ് അബ്ബാസ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അവസാനം വാരി എടുത്തിട്ട് അവസാനം അത് പൊക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം സമ്പത്ത് ഇതിലെടുത്തു. പ്രവാചകൻ നോക്കിയിരിക്കുകയാണ്, എടുത്തോളാൻ പറഞ്ഞതാണ്, പ്രവാചകൻ അനുവാദം കൊടുത്തു. അപ്പൊ എടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ പ്രവാചകൻ യാ റസൂലല്ലാഹ്, ആരെങ്കിലും സഹാബിമാരോട് ഒന്ന് എടുത്ത് എൻ്റെ ചുമലിലോ തലയിലോ ഒന്ന് വെച്ച് തരാൻ പറയണം, ആരെങ്കിലും ഒന്ന് കൽപ്പിച്ചാൽ എനിക്കൊന്ന് ഇത് പൊന്തിച്ചു തരാൻ ഒരാളോട് പറയണം. റസൂൽ പറഞ്ഞു, ഇല്ല അത് ഞാൻ പറയും. ഫർഫഅഹു അൻത അലൈ, എങ്കിൽ റസൂലെ നിങ്ങൾ എനിക്കിത് പൊന്തിച്ചു തരണം. ഞാനും പൊന്തിക്കില്ല, സ്വയം പൊന്തിച്ചാൽ മതി. റസൂൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കിയിരിക്കുകയാണ് അബ്ബാസ് റളിയല്ലാഹുവിന്റെ സമ്പത്തിനോടുള്ള ആ ഒരു ആഗ്രഹത്തെ.
അപ്പോൾ അബ്ബാസ് തന്നെ കുറച്ച് സമ്പത്ത് അതിന് എടുത്ത് പിന്നെ കുറച്ച് നാണയങ്ങൾ എടുത്ത് ഒഴിവാക്കി. പിന്നെയും പൊക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. പിന്നെയും പറഞ്ഞു, റസൂൽ ആരെങ്കിലും ഒരു സ്വഹാബിയോട് ഒന്ന് പൊക്കി തരാൻ പറയുമ്പോൾ ഞാൻ പറയില്ല, എങ്കിൽ പിന്നെ നിങ്ങളൊന്നും പൊക്കി തന്നിരുന്നെങ്കിൽ അത് ഞാനും ചെയ്യില്ല. അപ്പോൾ പിന്നെയും കുറെ ഇത് തറയിലേക്ക് വീണ്ടും വിട്ടു. അവസാനം അത് എങ്ങനെയെങ്കിലും ഒക്കെ എടുത്ത് ചുമരിൽ വെച്ച് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നുപോയി. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. അത് ഒരു റിപ്പോർട്ടിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ നോക്കിയിരുന്നു എന്നാണ്. ആ പോക്ക് കണ്ടിട്ട് അത്രയും സമ്പത്ത് മനുഷ്യന്റെ, പ്രത്യേകിച്ച് അബ്ബാസ് എന്ന സമ്പത്തിനോടുള്ള ആ ഒരു ആഗ്രഹത്തെ കണ്ടിട്ട് റസൂൽ നോക്കിയിരുന്നു എന്നാണ്. റസൂൽ അനുവാദം കൊടുത്തു തന്നെയാണ് എത്ര വേണമെങ്കിലും എടുക്കാൻ. ആ സമ്പത്ത് മുഴുവൻ തീർന്നിട്ടല്ലാതെ പ്രവാചകൻ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റില്ല എന്നാണ്. അപ്പോൾ അത് മുഴുവൻ ആ സദസ്സിൽ വെച്ച് തന്നെ സ്വഹാബിമാർക്ക് ദാനം ചെയ്തിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോകുന്നത്. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നെ അദ്ദേഹം അത്ര വലിയ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കടബാധ്യത ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ തന്നെ പ്രവാചകൻ കൊടുക്കാമെന്ന് പറഞ്ഞതുമാണ്. ഇങ്ങനെ ഒരുപാട് ബന്ധുക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കുന്നത്, അവരടുത്തുണ്ടാവുന്നത്, അവരെ പരിഗണിക്കുന്നതൊക്കെ റസൂലിന്റെ ശീലമായി. മറ്റൊരു സംഭവം, റസൂലിന്റെ പിതൃവ്യായിരുന്ന ദുബാഅ റളിയല്ലാഹു അൻഹ, സ്ത്രീയാണ്. റസൂലിനോടൊപ്പം ഹജ്ജിന് പോകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഭയങ്കര അസുഖം, രോഗം, വേദന. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ചോദിക്കണം, അറത്തിൽ ഹജ്ജ്, ദുബാഅ നിങ്ങൾ ഹജ്ജിന് വരാൻ ഉദ്ദേശിച്ചതല്ലേ? പറഞ്ഞു, എനിക്ക് ആകെ വേദനയാണ്, യാത്ര ചെയ്യാൻ കഴിയും. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹുജ്ജി വഷ്തരിതി, അതിനെന്താ, ഹജ്ജിന് നിയ്യത്ത് വെച്ചോ, തൽബിയത്ത് ചൊല്ലിക്കോ, ഹജ്ജിന് വന്നോ, ഷർത്ത് വെച്ചാൽ മതി. അപ്പൊ ഹജ്ജിൽ ഷർത്ത് വെച്ച് നിയ്യത്ത് ചെയ്ത് പോകാം എന്നുള്ളതിനൊരു തെളിവ് കൂടിയാണ് ഈ ഹദീസ്. കൂലി നിങ്ങൾ പറയേണ്ടത്, അല്ലാഹുമ്മ മഹില്ലി ഹൈസു ഹബസ്തനി, അല്ലാഹുവേ നീ എവിടെ വെച്ചാണോ എന്നെ പിടിക്കുന്നത് അവിടെയാണ് എൻ്റെ സ്ഥാനം, എൻ്റെ മഹില്ല്, ഞാൻ ഇറങ്ങുന്ന സ്ഥലം. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എനിക്ക് ഉത്തരവാദിത്വമില്ല. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ്, അതും കൂടി വെച്ചുകൊണ്ടാണ്, ആ ഷർത്തും കൂടി വെച്ചുകൊണ്ടാണ് ഞാൻ ഹജ്ജിന് വരുന്നത് എന്ന് ചുരുക്കം. ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസ്. അതുപോലെ ബന്ധുക്കൾ അടുത്തുണ്ടാവുന്നത്, ബന്ധുക്കൾ വരുന്നത്. ജാഫർ റളിയല്ലാഹു അൻഹു ഖൈബർ യുദ്ധം ജയിച്ച സമയത്താണ് ജാഫർ റളിയല്ലാഹു അൻഹു എത്യോപ്യയിൽ നിന്ന് വരുന്നത്. വർഷങ്ങൾ കഴിഞ്ഞ് ഖൈബർ യുദ്ധം, മദീനയിലെത്തി 5-6 വർഷങ്ങൾ കഴിഞ്ഞാൽ ഖൈബർ നടക്കുന്നത്. അപ്പോഴാണ് അതിനു മുമ്പ് എത്രയോ 10 വർഷങ്ങൾക്ക് മുമ്പ് പോയ ജാഫർ റളിയല്ലാഹു അൻഹു എത്യോപ്യയിൽ നിന്ന് വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പറയുന്നത്, മാ അദ്രി ബി അയ്യിഹിമാ അന ഉസർ, ഇതിപ്പോൾ ഏത് സന്തോഷമാണ് വലുത് എന്ന് എനിക്കറിയില്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഏതുകൊണ്ടാണ് സന്തോഷിക്കുക എന്ന് എനിക്കറിയില്ല. ബി ഖുദൂമി ജഅഫർ ഔ ബി ഫത്ഹി ഖൈബർ, ജഅഫർ വന്നുകൊണ്ടാണോ ഖൈബർ ജയിച്ചത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്. ഇതേ ജാഫർ റളിയല്ലാഹു അൻഹു പിന്നീട് മുഅത്ത യുദ്ധത്തിൽ പ്രവാചകൻ സൈന്യാധിപനായി നിയോഗിച്ച് അദ്ദേഹം ഷഹീദായി, അദ്ദേഹത്തെ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പിന്നെ റസൂൽ കടന്നു ചെല്ലുന്ന സന്ദർഭവും ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിന്റെ 2 മക്കൾ, മുഹമ്മദ് എന്നും അബ്ദുള്ള എന്നും പേരുള്ള 2 മക്കൾ. മുഹമ്മദ് എന്ന ഈ മകൻ അവൻ പിന്നെ ഞങ്ങളുടെയൊക്കെ പിതൃവ്യനായ അബൂ ത്വാലിബിനോടാണ് കൂടുതൽ സാദൃശ്യം. അബ്ദുള്ള അവൻ എന്നോടാണ് കൂടുതൽ, അവന്റെ സ്വഭാവം അവന്റെ ശരീരമൊക്കെ എന്നോടാണ് കൂടുതൽ സാദൃശ്യം എന്ന് പറഞ്ഞ് അബ്ദുള്ളയുടെ കൈ പിടിച്ചിങ്ങനെ തടവുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് ചരിത്രത്തിൽ കാണാം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഖ്ലുഫ് ജഅഫറൻ ഫി അഹ്ലി, അല്ലാഹുവേ ജഅഫറിനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന് പിൻഗാമിയെ കൊടുക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു അസ്മാ ബിൻത്ത് ഉമൈസ്. അവർ പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ വിവാഹം കഴിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോൾ അദ്ദേഹത്തെ കുളിപ്പിക്കുന്നതൊക്കെ അസ്മാ റളിയല്ലാഹു അൻഹ, അസ്മാ ബിൻത്ത് ഉമൈസ്. അബ്ദുള്ള എന്ന മകന്റെ കൈ പിടിച്ചാണ് ഈ പറയുന്നത്. കൈ പിടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചാണ്, വബാരിക് ലി അബ്ദുല്ലാഹി ഫീ സഫഖത്തി യമീനി, അല്ലാഹുവേ ജാഫറിന്റെ മകൻ അബ്ദുള്ളയുടെ കൈ അതിന് നീ ബറക്കത്ത് കൊടുക്കണമേ. സഫഖത്തു യമീൻ എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ കൈ അടിക്കുന്നതിനാണ് അറബിയിൽ പറയുന്നത്, അഥവാ കച്ചവടത്തിന്റെ മറ്റൊരു പര്യായ പദമാണ്. എന്നിട്ട് 3 തവണ പ്രവാചകൻ ഇത് പ്രാർത്ഥിച്ചു. ചരിത്രത്തിൽ പിന്നീട് നമുക്ക് കാണാം, അബ്ദുല്ലാഹി ഇബ്നു ജാഫർ എന്ന മനുഷ്യൻ വലിയ സമ്പന്നനായി മാറി. ഇമാം മിസ്സി സ്വഹാബിമാരുടെയും ഹദീസ് റിപ്പോർട്ടർമാരുടെയും ഒക്കെ ചരിത്രം ഉദ്ധരിക്കുന്ന തഹ്ദീബുൽ കമാൽ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, വകാന യുസമ്മ ബഹ്റുൽ ജൂദ്, ഔദാര്യത്തിന്റെ കടൽ എന്നായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ജാഫർ ചരിത്രത്തിൽ അറിയപ്പെട്ടത്. അത്രമാത്രം സമ്പത്ത്, ഇങ്ങനെ ആളുകൾക്ക് ദാനം ചെയ്യാൻ മാത്രം സമ്പത്തുണ്ടായിരുന്ന മനുഷ്യൻ. അപ്പോൾ ഈ മക്കളൊക്കെ ഇത് ഇങ്ങനെയൊക്കെ ആശ്വസിപ്പിക്കുന്നത് കണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് പ്രാർത്ഥിച്ചു. ജാഫറിന് നാളെ സ്വർഗത്തിൽ 2 ചിറകുകളുണ്ടെന്ന് പറഞ്ഞു. ഭാര്യ അസ്മാ റളിയല്ലാഹു അൻഹ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, യത്തീമായി പോയല്ലോ മക്കൾ, ഉപ്പ മരണപ്പെട്ടു പോയല്ലോ, യത്തീമായി പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അവരെ സമാശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അൽ ഐലത തഖാഫീന അലൈഹിം,
ഈ 2 മക്കളുടെ വിഷയത്തിൽ അവർക്കൊന്നും തിന്നാനില്ലാതെ അവർ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടു പോകുമെന്നാണോ അസ്മ നീ പേടിക്കുന്നത്? അതാണോ? അവരാരും നോക്കാനില്ലാത്ത അവസ്ഥയാണോ നീ പേടിപ്പിക്കുന്നത്? വഅന വലിയുഹും ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ഈ 2 മക്കളുടെ വലി ഞാനാണ്, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷാധികാരി ഞാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയും ചെയ്തു. പ്രവാചകന്റെ ബന്ധുക്കളോടും കുടുംബക്കാരോടുമുള്ള പരിഗണനയിലെ ചില സന്ദർഭങ്ങൾ മാത്രമാണ് ഉദ്ധരിച്ചത്. ഇനിയും നമുക്ക് ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമുണ്ട്. അള്ളാഹു കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബ ബന്ധങ്ങൾ ചേർക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ബന്ധങ്ങൾ വിളക്കി ചേർക്കുന്ന ആളായി മാറാനും, വിലകൽപ്പിക്കുന്ന ബന്ധങ്ങൾക്ക് വിലകൽപ്പിക്കുന്ന, ബന്ധങ്ങൾ പൊട്ടിച്ചെറിയാതെ വിളക്കി ചേർക്കുന്ന ആളുകൾ ഉൾപ്പെടാനും തൗഫീഖ് നൽകട്ടെ. വഹാദ വസല്ലല്ലാഹു അലൈഹി നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.